touched by the fire of God. I feel the warmth of God, even though I'm sitting in a very cold air-conditioned room. Thank you, Jesus. സോ അതിന്ന് മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് വളരെ എത്തിയിട്ടുണ്ട്. Holy Spirit is already with you. He's manifesting with you. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാൽ Everybody just say, wherever you are, Holy Spirit, I welcome you to my place. I welcome you now in Jesus' name. എല്ലാവരും വായ തുറന്ന് സംസാരിച്ചാലും Holy Spirit, please come to my home. Everybody open your mouth and say, Holy Spirit, please come to my home. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അടുത്തോട്ട് വരണം, എൻ്റെ അടുത്തോട്ട് വരണം എന്ന് മാത്രം. Hallelujah. Thank you, Jesus. I feel presence of Jesus. യേശുവിന്റെ പ്രസൻസ് മനസ്സിലാക്കുന്നു. I am experiencing the presence of Jesus. നല്ല വെള്ളവസ്ത്രധാരിയായിട്ടാണ് കർത്താവിനെ കാണുന്നത്. I can see Jesus in his the white garments, the light white garments. He dressed like, he looks white like a light. I can see Jesus in the white garments of Jesus. ആ പ്രകാശം, ആ വസ്ത്രത്തിന്റെ ഭയങ്കര പ്രകാശം, ട്യൂബ്ലൈറ്റ് പോലത്തെ പ്രകാശ വസ്ത്രത്തിന്. His clothing looks like a tube light, like a fluorescent light. His garments shine like a fluorescent garment. ആ വസ്ത്രത്തിന്റെ വെളുപ്പ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഭയങ്കര പ്രകാശമാണ്. The garments of Jesus are so white, it's beyond human description. It's so fluorescent white, snow white, fluorescent white. Hallelujah. ഇന്നൊരു വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിയായപ്പോഴത്തേക്ക് കർത്താവിൻ്റെ ഇരിക്കെ വന്നു. Today at around 3 or 4 the Lord visited me and he came to me. കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പോയി. The Lord told me, he came to say something and he told that and he left. Luke chapter 15 നമ്മൾ വായിക്കുന്നുണ്ട്. In Luke chapter 15 we read ഒരു ലോസ്റ്റ് സണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. It talks about Luke 15, it talks about the prodigal son or the lost son. Yeah. അപ്പോൾ നമ്മളോട് വലിയൊരു സ്റ്റോറിയായിട്ടാണ് കർത്താവ് പറയുന്നത്. That's a very major story. That's how it is narrated by Jesus. നമ്മളോട് കാണുന്നത് ഒരു മകന് ഒരു അപ്പൻ്റെ ഇരിക്കെ 2 മക്കളുണ്ട്. ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. The Bible says a certain man had 2 sons. A father had 2 sons. അതില് രണ്ടാമത്തെ മോൻ വന്ന് പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ പകുതി സ്വത്ത്, അല്ലെങ്കിൽ എനിക്ക് സ്വത്ത് 3 സ്വത്ത് വേർതിരിക്കണം. എനിക്ക് തോന്നുന്നു അപ്പനും വൈഫില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു എൻ്റെ ഒരു പാർട്ടീഷൻ എനിക്ക് തരണം, എന്തായാലും സ്വത്തിന്റെ പകുതി എനിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3 ഭാഗിച്ചാൽ അതിന്റെ വീതം എനിക്ക് വേണം. So the son comes and asks the father for his inheritance, so give me my share, my inheritance. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വലിയൊരു ഒരു പണക്കാരനെ ചിന്തി, ഒരു എന്താ പറയുക, ഒരു ബിൽ ഗേറ്റോ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രംപോ, അല്ലെങ്കിൽ ഈ മൈക്രോസോഫ്റ്റിന്റെ എന്താ പറയുന്നത് ഓണറോ ഒക്കെ ഒന്ന് ആലോചിച്ച്, അത്രയെങ്കിലും ബില്യൺസിന്റെ ആസ്തിയുള്ള ഒരാളെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ അതിൽ നിന്നൊരു 3 ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര എമൗണ്ടാണ്. So just think about somebody super rich, Elon Musk or Bill Gates or somebody very super rich. So they are a billionaire, and so if you get a third, the father keeps something for himself. The first son gets something, and so if he gets a third of it, it's a big amount. It's a big amount. അതായത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത്, ഒരു ടെക്സസിൽ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വീട് വാങ്ങിക്കായിരിക്കും വേണമെങ്കിൽ. With that money, you can buy 10 houses in Texas or anywhere. You can with that. That's the kind of money that's going to come. അത്രയും ഹ്യൂജ് മണി ആയിട്ടാണ് അദ്ദേഹം നാട് വിടുന്നത്. So with such a large inheritance, he leaves the house. ആ മനുഷ്യനെ വേണമെങ്കിൽ ബിസിനസ് ചെയ്ത് ഭയങ്കര ഒരു വലിയൊരു വ്യക്തിയാക്കി തീരാമായിരുന്നു. Maybe the kid could have used that father's fortune and started a business and become somebody bigger. അല്ല, അദ്ദേഹത്തിന് വലിയ ഈ പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിച്ചുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ജീവിച്ചു പോയിരുന്നു. So he could have bought with that money, he could have bought real estate properties and he could have lived off the rent. പക്ഷെ അടിച്ച് പൊളിച്ച് തീർത്തെന്നാ പറയുന്നത്. But he did not know. He just spent money. He had a prodigal lifestyle. He just wasted the money and he just. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡാളസിൽ വരുന്ന, നിങ്ങൾ ഡൗൺ ടൗണിൽ വന്നു കഴിഞ്ഞാൽ അറിയാം, മിൽ സ്ട്രീറ്റ് എന്നൊരു സ്ട്രീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മെയിൻ ഹാൾ സ്ട്രീറ്റ് ഉണ്ട്. അവിടെ അടുപ്പിച്ച് ഡിസ്കോ ഷോപ്പുകളും അതുപോലെ എന്താ പറയുക റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്.
We go to downtown Dallas or any place. We go to Vegas, and spend money in Vegas, blow out this. സോ അത് രാത്രി നിങ്ങളൊരു 8 മണിക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ 12 മണി വരെ ക്യൂ നിൽക്കുന്ന കാണാം ആൾക്കാർ അകത്ത് കയറാൻ വേണ്ടി. So when people go to Vegas or any place from 8 to 9 to beyond midnight, people are just partying and the line is എനിക്ക് തോന്നുന്നു ഇദ്ദേഹം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ റെസ്റ്റോറൻറ്റ് കയറുകയാണെങ്കിൽ നടക്കുമായിരുന്നു തോന്നുന്നു. Because going from one bar, one restaurant, you're just wasting money from one. He lived a wasted life from one establishment to the next establishment. അപ്പൊ ഞാൻ കർത്താവ് പറയാൻ കാരണം ഇത്രയും എസ്റ്റാബ്ലിഷ് ഇത്രയും എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ഉള്ള ആള് തകർന്നു ചരിപ്പണമായി പന്നിയുടെ വാളവര് വരെ കഴിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ അദ്ദേഹം മടങ്ങി വരുന്ന കാര്യം യേശു പറയുന്നു, മടങ്ങി വന്നു. So he had such a fortune, but he didn't have nothing to eat. Nobody offered him no food. He couldn't even get the pig food or the pea pods, nothing. Nobody offered him nothing. So he had to come back. Jesus came and told me that the boy came back. That was what the Lord was speaking to me. സോ കർത്താവ് പറയുന്ന പോയിന്റ് ഇതാണ് ഈ ഇദ്ദേഹം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ആഘോഷമുണ്ടായി, അല്ലെങ്കിൽ ഇദ്ദേഹം വന്നു കഴിയുമ്പോൾ പിതാവ് സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്, കെട്ടിപ്പിടിച്ചു പോയിച്ചാൽ സ്വീകരിക്കുന്ന ഒരു രംഗമാണ്. അതാണ് യേശുവിന്റെ സംസാരിച്ചത്. So Jesus was talking, when the Lord came to speak to me today, he was talking about the son coming home and the party the father threw up and the celebrations when the son returned. That was the Lord speaking to me, the celebration the father threw when the son came. യേശു പറഞ്ഞു വെച്ചാല് ഇത്ര അതിന്റെ ആഴങ്ങളിലോട്ട് കർത്താവ് വീണ്ടും പറഞ്ഞതാണ്. നമ്മൾ ചെറിയൊരു പാപം ചെയ്തിട്ട് ദൈവത്തിലോട്ട് നമ്മൾ പശ്ചാത്താപിച്ച് അല്ലെങ്കിൽ റിപ്പന്റ് ചെയ്ത് മടങ്ങി വരുമല്ലോ, ആ സമയത്ത് അവിടെ യേശു വന്ന് നമ്മളെ പിതാവിനെ പോലെ വന്ന് നമ്മളെ ചേർക്കുന്ന ഒരു ദൈവമാണെന്ന് കർത്താവിനോട് പറഞ്ഞത്. The message he was directing and telling me was, it's the smallest sin we do, the littlest thing or the great sin we do, we repent to God. And when we come in repentance, Jesus will come as like the Father in the story. Jesus will come to us and he will bring us to the Father. When we repent, the smallest thing we say, Lord, I am sorry, I repent, immediately Jesus will come and bring us to the Father. സോ എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് യേശു പറഞ്ഞതാണ്, നിങ്ങൾ വലിയ ഒരു അല്ലെങ്കിൽ പാപമല്ല ദൈവം മാനസാന്തരപ്പെടേണ്ടത്, അത് മാനസാന്തരപ്പെടണം. ചെറിയ പാപങ്ങളും പോലും മാനസാന്തരപ്പെട്ടാൽ യേശു അതിൽ സന്തോഷിക്കുന്നുണ്ട്. The Lord is not saying you don't have to do a great sin ever, but it's the smallest thing, the littlest thing you do when you repent, heaven will rejoice when you repent of the smallest little thing. That's what heaven wants. ആ പാപം നമ്മൾ ചെയ്ത് അന്നേരെ കർത്താവെ ഞാൻ മനഃപൂർവ്വം നമ്മൾ ഹൃദയം കൊണ്ട് പശ്ചാത്താപിച്ച് നമ്മൾ കർത്താവെ ചെയ്ത് തെറ്റായിപ്പോയി, അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ ദൈവസ്ഥാനത്തിൽ ക്ഷമ പറയുമ്പോൾ ആ പിതാവ് എങ്ങനെയാ മകനെ സ്വീകരിച്ചതുപോലെ യേശു അന്നേരം കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. The Lord was telling me, the moment you repent of the smallest thing, Lord, I repent, I have broken your covenant, your commandment, forgive me. The moment we do that, Jesus will immediately come to us, comfort us and restore us to the Father. ഞാനത് ഉച്ചയ്ക്ക് കർത്താവെന്ന് പറഞ്ഞ് കർത്താവ് എന്നെ കാണിച്ചു, അഭിഷേകം കാണിച്ചു, എന്നെ കാണിക്കുന്ന രംഗം എന്നെ കാണിച്ചു. ഒരു സിനിമ കാണുന്നത് പോലെ ദൈവം എന്നെ കാണിച്ചു തന്ന്. And talking to what the Lord showed me today at the afternoon 2 or 3, it's just like a movie. I was seeing this vision, the son coming, repenting. ഞാൻ ഉറക്കത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ അല്ല, ഞാൻ അല്ലാതെ തന്നെ കർത്താവ് എന്നെ കാണിക്കുവാനിടയാത്. I was not praying or I was not sleeping. I was just sitting myself, and all of a sudden the Lord came to me and I saw this vision. ഞാൻ ഓർക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹം, ആ മനുഷ്യനോടുള്ള സ്നേഹം എത്രമാത്രമാണ്. So I realized that the enormity, God's love for a human being, how much he loves his people, how much he loves a human. ആ കർത്താവിന്റെ കൃപ എത്രമാത്രം നമ്മളിൽ മേലുള്ളത്. How great is God's grace upon each one of us. How great is his grace. നമുക്ക് 1 മണിക്കൂർ കരയാനുള്ള ഒരു ഭാഗം ദൈവം എന്നെ കാണിച്ചത്. The vision the Lord showed me, it gives us the time to cry for at least for 1 hour. ആമേൻ. അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് നമ്മൾ ചെയ്തെങ്കിൽ നമുക്കറിയാം, നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, മനുഷ്യരാണ്, നമ്മൾ തെറ്റ് ചെയ്യുന്നവർ. അന്നേരം നമ്മൾ റിപ്പന്റ് ചെയ്യണം. യേശു നമ്മളെ സ്വീകരിക്കുവാനിടയാണ്.
So we know we are human beings. We are prone to sin. We are prone to mistakes. But the moment you miss the mark, the moment you slip, the moment you commit the sin, immediately stop and repent, and Jesus will come to us. നിങ്ങളൊരു പക്ഷേ നിങ്ങളത് രാത്രി റിപ്പൻറ്റ് ചെയ്യാൻ, ഇന്ന് പകൽ നിങ്ങൾ പാപം ചെയ്ത രാത്രി നിങ്ങൾ റിപ്പൻറ്റ് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പോകുന്ന പോക്കിൽ നിങ്ങൾ മരിക്കുകയോ അല്ലെങ്കിൽ കർത്താവ് വരികയോ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. So if you are holding back to repentance, what happens if the Lord comes tonight? We have to be careful. We have to be cautious. To the Lord's coming, He can come tonight. Are we ready? അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു പാപം ചെയ്തു, നമ്മൾ രാത്രി വരെ റിപ്പൻറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു സമയം കിടക്കും. ഈ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് സംഭവിക്കാം? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് എന്ത് സംഭവിച്ചാൽ ആ ഒരു നിസ്സാര പാപം കൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്ത് ചെയ്യും? So we do something and we are waiting to repent, and before that time something happens to us or the Lord comes. What will happen to us if we don't repent? We are postponing our repentance. അതുകൊണ്ട് നമ്മൾ എന്ത് നിസ്സാര കാര്യമാണെങ്കിലും ശരി, നിങ്ങൾ ഒന്ന് റിപ്പൻറ്റ് ചെയ്യണം. So whatever the smallest, the slightest, littlest thing we do, we should learn to repent immediately. So നമുക്ക് ഒരു അല്പസമയം ചിന്തിക്കുവാൻ ദൈവം തന്നത്, we learn to rely on the enormous power of God. ദൈവത്തിന് അതിശക്തമായ ശക്തിയിൽ ആശ്രയിക്കാൻ നമുക്ക് എങ്ങനെ പഠിക്കാമെന്നാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. The Lord has taught me to say, we should learn to trust the enormous power of God. We should learn to trust in the power of God. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. We hear many times about the power of God. വിശുദ്ധ ബൈബിളിലൂടെ അവന്റെ ദൈവത്തിന്റെ ശക്തിയുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. We hear and we study about the power of God many times through the word of God. അതുകൊണ്ട് നെഹമ്യാവ് പറയുന്നത് ദൈവം ശക്തനും ഭയങ്കരവുമായ മഹാദൈവമാണ്. 9:32 നമ്മൾ വായിച്ച നെഹമ്യാവ് 9:32 പറയുന്നത് ദൈവം ശക്തനും ഭയങ്കരനും മഹാദൈവവുമാണ്. The Nehemiah chapter 9 verse 9, if you read Nehemiah chapter 9 verse 32, it says like that the Lord is great and the Lord is to be feared, great and is great. Nehemiah 9:30 is the Lord is great and is great king to be feared. His power in action, He is a great God and mighty and awesome. അതാണ് നെഹമ്യാവ് 9:32 പറയുന്നത്. Nehemiah 9 verse 32 says, "Now therefore our God, the great, the mighty and the awesome God." Amen. Oh God, the great, the mighty, the awesome God who keeps covenant and mercy. He is the great God, He's the mighty God, and He's the awesome God. അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് അനോയിന്റിങ് ഒഴുകുന്നു, എന്നിലൂടെ ഒഴുകുന്നു. When I just uttered that scripture, I can feel the anointing flowing through me. Our God, the great, the mighty, the awesome God. ഇങ്ങനെ ഈ സ്വർണ്ണ ലിപികൾ കൊണ്ട്, സ്വർണ്ണ കളറുകൾ കൊണ്ട് ജീസസ് എന്ന് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കുന്നു. ജീസസ്. Right now I see in golden letters in the spirit, I can see the name Jesus being written right over me in golden letters, in golden script. കത്തി ജ്വലിക്കുന്ന സ്വർണ്ണ കളർ കൊണ്ട് ജീസസ് എന്ന് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കുന്നു. I can see in the realm of the spirit like gold or like flames of gold, the name Jesus being written down. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പറ ജീസസ്, നിങ്ങൾ വിളിച്ചു പറഞ്ഞു ജീസസ്. Everywhere, wherever you are, just utter the name Jesus. Say Jesus, Jesus. നിങ്ങളൊരു 2-3 പ്രാവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് അനോയിന്റിങ്ങിന് വ്യത്യാസം കാണാം. കാരണം ജീസസിനെ എവിടെ ഉയർത്തുന്ന അവരുടെ പരിശുദ്ധാത്മാവ് ഉണ്ടാവും. The more you say Jesus, Jesus with your mouth, with faith, immediately the atmosphere will change. When you lift up Jesus, the atmosphere will change. The Holy Spirit will. നിങ്ങളൊരു 10 പ്രാവശ്യം ജീസസ് എന്ന് പറഞ്ഞ ജീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാത്രങ്ങൾ കുലുങ്ങുന്നത് പോലെ ചില കുലുക്കങ്ങൾ ഉണ്ടാവും. When you say Jesus, Jesus, just like a pot will shake, a dish will shake, a vessel will shake. When you see the name of Jesus, things will shake in the realm of the spirit. ഞാൻ പറയാൻ കാരണം എന്റെ കിച്ചണിലുള്ള ഒരു സ്റ്റീലിന്റെ പാത്രം കിടുകിടാന്ന് അടിക്കുന്നു ജീസസ് എന്ന് പറയും. കാരണം കുലുങ്ങുന്നു അത് ജീസസ് എന്ന് പറയുമ്പോൾ തന്നെ.
So I am sitting and I can see, as I'm saying Jesus, I can see a vessel in my kitchen shaking there when I say Jesus, Jesus. അതെങ്ങനെ ഷൂട്ട് ചെയ്ത് അങ്ങനെ പിക്ചർ എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അത് അവിടെ ഇവിടെ എല്ലാവരും ഇപ്പം എല്ലാം അവരവരുടെ റൂമിലാണ്, കിച്ചൺ ഡാർക്കിലാണ്. പക്ഷെ എനിക്കറിയാം അവിടെ കിളിങ്ങിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്ര നേരം സൗണ്ട് ഇല്ലായിരുന്നു. ജീസസ് 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 എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്റ്റീൽ പാത്രം കിളിങ്ങുന്ന സൗണ്ട് കേട്ടു. ഞാൻ പറഞ്ഞ അത്ര ശക്തമാണ് യേശുവിന്റെ ശബ്ദം, യേശുവിന്റെ ആ നെയിമിന്റെ ശക്തി. Everybody in my house my kids are in their own room. My wife is not here. But the moment I'm saying Jesus, I can hear the shattering, or I can hear the tumbling sound of my vessel sitting here. I can hear it. ഞാനത് പറയുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിൽ കാണും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ വലിയ ദോശപ്പലക പോലത്തെ ദോശ ചൂടുന്ന വലിയ മണി കണ്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാം. വലിയ മണി, അതിൻ്റെ അത് ഡം, ഈ സ്കൂൾ വിടാൻ നേരം അതിൻ്റെ ഡം 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 അടിക്കും. ആ സൗണ്ട് എൻ്റെ സ്പിരിറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുക. Like in the olden days, they had this big bell, like a gong, and a big drum. So right now, when I'm saying Jesus, I can hear the big bell being, the gong being sounded, the big bell being sounded, the gong being sounded. I can hear in the spirit. ഞാൻ ആ ജീസസ് പറയുമ്പോഴത്തേക്ക് എനിക്ക് അടുത്ത ദൈവം വിഷയം തരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പട്ടാളക്കാരെ മാർച്ച് ചെയ്യുന്നുണ്ടോ? വലിയ ഡ്രംസ് അടിച്ച് മാർച്ച് ചെയ്യുന്നുണ്ടോ? അതുപോലെ ഒരു കൂട്ടം ദൂതന്മാർ മാർച്ച് ചെയ്ത് കാണിക്കുന്നു. So when I'm saying Jesus, the next vision I'm seeing right now as I'm speaking to you, I can see an army of angels marching down, and with the drums beating, and I see a fleet of angels, a group of angels. ഞാൻ ജീസസ് എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത വിഷയം കാണുന്നത് ഈ അന്തരീക്ഷ മണ്ഡലങ്ങളൊക്കെ അനേക ഗോവണികൾ, ലാഡേഴ്സ് ഓപ്പൺ ചെയ്യുന്ന ദൂതന്മാര് കയറി ഇറങ്ങുന്ന, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് കയറി ഇറങ്ങുന്ന ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുക. So I'm saying Jesus, I see many portals being opened in heaven. I see many ladders coming down. I see angels ascending, angels descending through many portals in heaven. ആ ജീസസ് പറയുമ്പോൾ അടുത്ത വിഷയം ഇവനെ കാണിക്കുന്നത് കടലിൽ കിടക്കുന്ന മത്സ്യങ്ങൾ, അത് എന്താ പറയുന്നത്, പൊങ്ങി, അതെന്താ പറയുന്നത്, അത് ജലത്തിന്റെ മുകളിൽ വന്ന് പൊങ്ങിയിട്ട് താഴോട്ട് വീഴുന്ന വലിയ വലിയ മത്സ്യങ്ങൾ ആ ശക്തി കൊണ്ട് പൊങ്ങി താഴെ വീഴുക. I see another vision is that in the oceans, in the sea, I see big, large fishes jumping out of the water and splashing up, going up and splashing. When I see Jesus, ഞാൻ ജീസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അനേക പൈശാചിക ശക്തികൾ ഭൂമിയിൽ നിന്ന് ഓടി, മെറീൻ സ്പിരിറ്റുകൾ ഓടി കടലിൽ ചാടുന്ന കാണിക്കുക. And as I'm saying Jesus, and right now I see many marine spirits, spirits from the ocean. They're running and jumping back into the ocean. When I say Jesus, many marine demons, sea demons are running back into the ocean. So ഇതെല്ലാം ഞാൻ പറയുന്നത് വിഷ്വൽ ഞാൻ പറയുന്നത്, കാരണം ജീസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ശക്തിയാണ്. These are all the visions I'm seeing right now, just to tell you that the moment you utter the name of Jesus, there is power, authority in the name of Jesus. ദൈവം ശക്തനും ഭയങ്കരനുമായ മഹാദൈവമാണ്. His name is Jesus. We know that what Nehemiah says in Nehemiah 9:2, our God, the great, the mighty, the awesome God. He is Jesus. Jesus is the great, the mighty. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിളിച്ചു പറയും, വിഷൻസ് എല്ലാം നിങ്ങളുടെ പട്ടണങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിലെല്ലാം സംഭവിക്കട്ടെ. നിങ്ങൾ പറ ജീസസ്, നിങ്ങൾ ഹാർട്ടോട് പറ ജീസസ് ജീസസ്. യെസ്, നിങ്ങൾ വിളിച്ചു പറ. Don't be silent, just speak. When you speak, the same vision, same things will happen in your family, your city. Everybody say Jesus 10 times. Jesus, 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 Jesus. എത്ര പേർക്ക് അനോയിന്റിങ് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയത്തിട്ടുണ്ടെങ്കിൽ സ്വതം പറ. പിന്നെ പറഞ്ഞ അനോയിന്റിങ്, ശക്തമായ അനോയിന്റിങ് അവർ ചൊല്ലിരിക്കുക. I don't know whether you're feeling the manifest anointing, but you can say if you feel something like we know right now, I can feel the anointing rising and manifesting. കർത്താവിനോട് പറ, നീ ഇപ്പോൾ ഒരു പബ്ലിക് മിനിസ്ട്രിയിലായിരുന്നെങ്കിൽ, ഒരു കൺവെൻഷനിലായിരുന്നെങ്കിൽ, ഒരു ക്രൂസൈഡിലായിരുന്നെങ്കിൽ അനേക വീൽ ചെയറുകളിൽ ചാടി എഴുന്നിട്ട് ഓടിയാനെന്ന് കർത്താവിനോട് പറയുക. God's telling now, if it was a public ministry and you're ministering in a crusade, a large crowd, he said that there is so much power that many would rise up and walk from the wheelchair right now. So അത്രയും പവർഫുൾ. എന്റെ ശരീരം മുഴുവൻ ഹീറ്റായി, ഹോട്ടായി, എനിക്കിവിടെ ഇങ്ങനെ വിയർത്തോണ്ടിരിക്കുകയാണ്.
Though I'm sitting in an air-conditioned room, I can feel my body just So his racing. name is Jesus. His name is Jesus, and I can feel His warmth, His fire all നിങ്ങൾ over. ഒരു 100 പ്രാവശ്യം നിങ്ങളുടെ ഭവനത്തിൽ എന്നും പറഞ്ഞു കണക്ക് ജീസസ് ജീസസ് നിങ്ങൾ പറഞ്ഞു കണക്ക് വലിയ മിറക്കിൾസ് നിങ്ങളുടെ ഭവനത്തിൽ നടക്കുവാനിടയാവും. If you say 100 times the name of Jesus in your house, many miracles, great miracles will happen. നിങ്ങൾ ഇരിക്കുന്നത് വാവോട്ട് യേശു 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 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം miracles will happen. എനിക്ക് എന്തോ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ മുന്നോട്ട് പോട്ടെ. Yeah. Yeah. Go ahead. Yeah. ആരാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അല്ലല്ല മാസ്റ്റർ, ആരോ അവരുടെ ഇത് ഞാനത് മ്യൂട്ട് ചെയ്തു. ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, ജോലി നഷ്ടം കാണാൻ പറ്റും. We might say, oh, I have just lost my job, or I don't have a job. We can see our circumstances. വിവാഹമോചനം കാണാൻ പറ്റും. We might see a divorce in our life or ഒരുപാട് കടഭാരങ്ങൾ അല്ലെങ്കിൽ തകർന്ന ജീവിതങ്ങൾ കാണാൻ പറ്റും. You might see a lot of death in your life, lot of destruction, lot of losses. ഭയങ്കരമായ പീഡനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. You might see a lot of persecution, lot of strife, lot of difficulties in life. ദുർബലപ്പെടുത്തുന്ന രോഗങ്ങൾ കാണാൻ പറ്റും. You might see your body getting weak, and you would see very serious sickness, disease in your body. പ്രിയപ്പെട്ട ഒരാളുടെ മരണം നമുക്ക് കാണാൻ പറ്റിയെന്നിരിക്കും. You might have seen somebody has died in your life, died in your family. ഇതെല്ലാം വന്നാലും മഹാശക്തിയിൽ, ദൈവത്തിന്റെ മഹാശക്തിയിൽ ആശ്രയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. Whatever you are going through, meaning all this might have happened, some of this might, but the Lord is saying, don't look at it, surrender yourself to the mighty power of God, surrender yourself to the great and mighty power. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. That is the power of the Holy Spirit. That is the power of the Holy Spirit. ഇതൊന്നും ജീവിതത്തിൽ വരത്തില്ലെന്ന് യേശു പറഞ്ഞില്ല, പക്ഷെ ഇതെല്ലാം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അതാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശക്തി. Jesus did not say your life to be a bed of roses. Whatever happens, the power of God, the Holy Spirit is there to help you through all your challenges, your problems, your struggles, your losses. ഈ ദൈവത്തിന്റെ ശക്തിയിൽ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം, ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന്റെ ഭാഗമാണ്. See, relying and putting your confidence in the power and might of God, that is the true Christian life. Every experience you should live by the power of God. വിശ്വസിക്കുന്ന നമുക്കായി, നമ്മൾ വിശ്വസിക്കുന്നവരാ ദൈവത്തിന്റെ ശക്തിയെ, വിശ്വസിക്കുന്ന നമുക്കായി ദൈവം നൽകിയ ആ അതുല്യമായ വലിയ ശക്തിയെക്കുറിച്ച് എഴുതുമ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ ഒരു ദർശന അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്നു. So we are all believers. We know how to live by faith. We live by faith. But when we walk and live by faith, the Apostle Paul writes. അതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെ നിങ്ങൾ വായിച്ചു നോക്കിയേ. All of you know what Paul the Apostle writes in Ephesians chapter 1, verse 19 and 20 onwards. What he writes in Ephesians 8 and 18 to 20. ആ ശക്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇത് മഹത്തായ ഒരു ശക്തിയാണ്, മഹത്തായ ശക്തി. Paul writes this is he says which he worked in Christ when he raised him from the dead and seated him at his right and far above every power. It's a mighty power of Christ. But towards us is great, exceedingly great power. അത് ഗ്രീക്കിലോട്ട് നമ്മൾ വിവർത്തനം ചെയ്യുമ്പോൾ എഴുതിയിരിക്കുന്ന ശക്തനായ ദൈവം, ശക്തനായ പവർ. When you study the Greek, it talks about the exceeding greatness of God's power. The Greek talks about the greatness of God's dunamis, great power. ആക്ച്വലി പൗലോസിന് അവിടെ എന്താ പറയുക, ആ ശക്തിയെക്കുറിച്ച് പ്രകടിപ്പിക്കാനുള്ള വാക്കുകളില്ല. Actually, the Greek or the human language cannot describe the power that raised Jesus from the dead. The human language, the Greek language is weak to describe the actual working of God's power. അവിടെ പൗലോസ് ആ ഭാഗം നമ്മളത് ഒന്ന് പഠിച്ചു വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. മഹാശക്തിയെക്കുറിച്ച്, പൂർണ്ണ ആശ്രയം അളക്കാനാവാത്ത ഒരു ശക്തിയെക്കുറിച്ചാണ് പൗലോസ് രേഖപ്പെടുത്തുന്നത്. പൂർണ്ണ ആശ്രയം അളക്കാനാവാത്ത ഒരു ശക്തി. The power God Paul writes in Ephesians 19:20, which raised Jesus from the dead, it is beyond human description. We cannot describe the exceeding greatness of his power towards us who believe that there was a power which raised Jesus from the dead. It is beyond human description. ഒരു അതിസമൃദ്ധമായ
അല്ലെങ്കിൽ ഒരു അതിര് കടന്ന ശക്തി എന്ന പൗലോസോട് പറഞ്ഞിരിക്കുന്ന ആ മഹാശക്തി. The Paul calls us the power he used, the adjective he uses to describe its exceeding greatness of his power, exceeding greatness of his power, power that breaks all barriers. അതാണ് പൗലോസ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. ബിയോണ്ട് നമുക്ക് അത് അളക്കാൻ പറ്റത്തില്ല ആ ശക്തി, ദൈവത്തിന്റെ ആ ശക്തിയെ. That because it's exceedingly great power beyond human. We cannot scale it, we cannot measure it, we cannot fathom it. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ ശക്തി എല്ലാറ്റിനെയും മറികടക്കുന്നു. You have to understand the power of God, exceeding great power of God will overcome every opposition. It will overcome, it will dismantle, it will lift off every power, destroy every power. നമ്മുടെ സ്പിരിറ്റിന് അത് ആ ഒരു ഫെയ്ത്ത് വരട്ടെ. എല്ലാത്തിനും മറികടക്കുന്നതാണ് ദൈവത്തിന്റെ ശക്തി. സങ്കല്പിക്കാനാവാത്ത ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി. So let us renew our faith. Let us come to the reality of the power working for it. The power working inside is the power that raised Jesus from the dead. It can overcome any difficulty, any obstacle, any sickness, any disease, any death. Renew your mind to the reality of the greatness of the power of God. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കുമ്പോഴാണ് നിങ്ങൾ യേശുവിന്റെ ശക്തി അറിയുന്നത്. നിങ്ങൾ യേശുവിനെ നോക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണാൻ പറ്റും. So your power is great because you are always constantly studying, speaking, looking at your power, your sickness, your weakness, your loss, then you are always weak. But if you keep on looking at Jesus, then you see that your problem is minuscule, it is nothing. ദൈവത്തിന്റെ ശക്തി കൊണ്ട് പ്രപഞ്ചം എത്രയോ ഗാലക്സികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ശക്തി എത്രമാത്രം വലുതാണെന്ന്. You see, the power of God created all these galaxies, all the stars, which is beyond description. The power of God has created all this. നിങ്ങൾ നോക്കി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി. Our power is the power which raised Jesus from the dead. എല്ലാം അവന്റെ കാൽ കീഴാക്കി സഭയ്ക്ക് വേണ്ടി അവനെ എല്ലാറ്റിനും മീതെ തലവനാക്കി മാറ്റി. എഫേസ്യ ലേഖനം 1:22. The power is that everything was put under the feet of Jesus, and Jesus was made head over all things for the church. That is the greatness of the power. Everything was put under the feet of Jesus. സകലതും ഈവൻ സകലതും കൃമികൾ പോലും കർത്താവിന്റെ കാലിന്റെ അടിയിലാണ്. Everything, the smallest little worm to the largest thing, everything has been subdued by the power of God, and everything has been subdued under the feet of Jesus. എല്ലാ രോഗത്തിന്റെ ആത്മാവ് യേശുവിന്റെ കാലിന്റെ അടിയിലാണ്. Every principality, every power, every might, every dominion in this earth, seen and invisible, everything is under the feet of Jesus. എല്ലാ രാജാക്കന്മാരും, എല്ലാ പ്രസിഡന്റുമാരും, പ്രധാനമന്ത്രി യേശുവിന്റെ കാലിന്റെ അടിയിലാണ്. Every ruler, every prince, every president, every prime minister, every king is under the feet of Jesus. Every dominion is under the feet of Jesus. എല്ലാ റൂൾസും എല്ലാ റെഗുലേഷൻസും എല്ലാം യേശുവിന്റെ കാലിന്റെ കീഴിന്റെ അടിയിലാണ്. Every rule, every law, every regulation, every statute is under the feet of Jesus. ഇനി നിങ്ങൾ പറ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? Now ask yourself, what are you afraid of? Why should you be afraid of? Everything is under the feet of Jesus. അത് സഭയ്ക്ക് വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തത്. സഭയ്ക്ക് വേണ്ടി. സഭയാരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ പരിശുദ്ധാത്മാവിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി, അല്ലെ മണവാട്ടി സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം കാൽക്കീഴാക്കി കൊടുത്തത്. Jesus subdued everything, dominated everything, is under his seat. It's not for himself. He did it for you. He did it for his bride. He did it for the church. He put all things under his feet. And he gave him to the head over all things for the sake of the church. For his church, everything is under his feet. അപ്പൊ ദൈവസഭയുടെ തലവൻ ഇപ്പൊ യേശുവാണ്, പ്രസിഡന്റ് യേശുവാണ്. Jesus is the head of the church. Jesus is the king, the president, the supreme head of church. നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കിങ് ഉണ്ടെങ്കിൽ അതാണ് ജീസസ്. If you have a president, a prime minister, a king, an emperor, Jesus is your head. He's your president. മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ കാലിന്റെ കീഴില്ല. മറ്റുള്ളവരൊന്നും മേളിലല്ല. നിങ്ങളൊരു ഗവൺമെന്റ്, നിങ്ങളിപ്പോ ഇവിടെ ഒരു അമേരിക്കൻ ഗവൺമെന്റ് അണ്ടറിലാണ്. ഇവിടുത്തെ പ്രസിഡന്റ് പോലും യേശുവിന്റെ കാലിൽ ഉണ്ടല്ല. അതുകൊണ്ട് നമ്മുടെ രാജാവ്, നമ്മുടെ യേശുവാണ് ഏറ്റവും വലുത്.
Maybe you're an American citizen, a Canadian citizen, or wherever you are. You think your president, your government is over you. No, even your government is under Jesus. Jesus rules over supreme over everything and all. സോ ആ ജീസസിന്റെ അണ്ടറിലുള്ള നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള സകല ശക്തിയെക്കാളും നിങ്ങൾ അധികാരം ദൈവം തന്നിരിക്കുക. Jesus has given the church authority over every name, every government, every power. You, the church, has the authority over every name, every power, every law. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കണം. അതാണ് നിയമം. The rule is this: wherever you go in the name of Jesus, the door has to be opened. നിങ്ങൾ ഏത് വ്യക്തികൾക്ക് വേണ്ടിയും ഏത് രോഗത്തിന് വേണ്ടി ശാസിച്ചാൽ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞത് മാറണം. കാരണം യേശുവിന്റെ അണ്ടറിലാണ് നിൽക്കുന്നത്, നിങ്ങൾ അതിന്റെ മേളിലാണ്. Every sickness, every disease, every problem that you rebuke, it should evict, it should leave, because you are carrying the authority of the name of Jesus, and every sickness is under the name of Jesus and should obey you and leave. നിങ്ങൾ പറഞ്ഞാല് ഓപ്പൺ ചെയ്യാത്ത, നിങ്ങൾ പറഞ്ഞ പൊട്ടാത്ത ചങ്ങലകളില്ല, നിങ്ങൾ പറഞ്ഞ തുറക്കാത്ത വാതിലുകളില്ല. പക്ഷെ നിങ്ങൾ വിശ്വാസത്തെ നിങ്ങൾ പറയണം, യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കി പറഞ്ഞാല് മാറി നിൽക്കേണ്ടതെല്ലാം മാറി നിൽക്കും. If you know who you are, when you know you are the church and you carry the authority of the name of Jesus, there is no chain that cannot be broken. In the name of Jesus, when you speak with faith, there is no lock, no door, no gate that will not open before you. But you should realize who you are in Jesus, and you have to speak and command and break every chain, open every door in the mighty name of Jesus. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങളുടെ ഭയം, പിശാച് നിങ്ങളെ ഭയത്തിനണ്ടർ നിങ്ങൾ മരിച്ചു പോകും. നിങ്ങൾ കടമാരത്തെ തകർന്ന് തരിപ്പണമായി തീരും. ഓ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി തകരും. ഓ, നിങ്ങളെങ്ങനെ ഭയമിട്ട് 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 ആ സ്പിരിറ്റ് നിങ്ങളിൽ വ്യാപരിച്ച്, നിങ്ങൾ ആ ഹെവിനെസ്സിന്റെ സ്പിരിറ്റ് നിങ്ങൾ വ്യാപരിച്ച് നിങ്ങൾ അനുദിനം നിങ്ങളുടെ ബ്രെയിൻ തകർത്തുകൊണ്ടിരിക്കുക പിശാച്. എന്നാൽ ചിന്തിക്കുക, അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകല് നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാമെങ്കിൽ അവൻ പേടിച്ചോടുവാനിടയാവും. See, you are being ruled over by fear. Fear has consumed you. Fear tells you you are going to die with sickness. Fear tells you that death will destroy you. Fear tells you that problem will bury you. But if you come to the senses and come to the reality in the name of Jesus, you can overcome every death, every sickness, every disease, every power that is dominating you. You will dominate and destroy the power that is ruling you in the name of Jesus. ഞാനിത് പറയുമ്പോൾ പിശാചുകളെ ചെതറി ഓടിക്കൊണ്ടിരിക്കുക, അവർക്ക് നിൽക്കാൻ പറ്റും, ചെതറി ഓടിക്കൊണ്ടിരിക്കുക. എന്നെ കാണിക്കുന്ന ദൈവം കാണിച്ച് ചെതറി ഓടിക്കൊണ്ടിരിക്കുക. In the name of Jesus. As I'm speaking to you, the Lord opened my eyes. I can see the devil scrambling out, running out in fear, fleeing. I see demons trembling in fear as we are speaking this. അവര് ചങ്കത്ത് അടിച്ച് നിലവിളിച്ച് ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞ ചങ്കത്തടിച്ച് നിലവിളിച്ച ഒരു മലയാളം വേർഡാണ്. കാരണം അത്രയ്ക്ക് അവർ പേടിച്ച് നിലവിളിച്ചു അതിന്റെ അമോന്ന് ഓടിക്കൊണ്ടിരിക്കുക യേശുവിന്റെ നാമം പറയുമ്പോൾ. And I'm just giving in my colloquial, my language, it's just like the devil is beating his breast and running out, fear. Because James says, submit to God and resist the devil, he will flee. He will run from you from fear and in terror. That's what I'm saying. The devil fleeing in fear and terror, scared. പൈശാചിക ശബ്ദം, പൈശാചികത്തിന്റെ ചില ശബ്ദങ്ങൾ കേൾക്കണം. അവർ പറയുന്നു, ദൈവസഭയെ തുടരുത്, ദൈവസഭയെ തുടരുത്, ദൈവസഭയെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ രാജാക്കന്മാരുടെ കാലത്ത് അവർ ന്യൂസ് വിളിച്ച് പറഞ്ഞ് ഓടി നടക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അത് ഇവനെ കാണിക്കുന്ന അന്നത്തെ കാലത്ത് രാജാക്കന്മാർ വിളംബരം ചെയ്യുന്നത് ഈ അതിനുള്ള ആൾക്കാരിങ്ങനെ അത് ഓടി നടന്ന് ഒട്ടാളന്മാരെന്നെങ്ങാണ്ട വചനത്തിൽ പറയുന്നത്, ഒട്ടാളന്മാർ അവർ ഓടി വിളിച്ചുകൊണ്ട് പോകും, രാജകൽപ്പന വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകും. അതുപോലെ തന്നെയാണ് ഇപ്പൊ പിശാചികൾ വിളിച്ചു പറഞ്ഞ് ലോകം മുഴുവൻ എനിക്ക് കാണുന്നുണ്ട്, ദേശങ്ങൾ മുഴുവൻ നടക്കുക, ദൈവസഭയെ തുടരുത്, ദൈവസഭയെ തുടരുത്, ദൈവസഭയെ തുടരുത്, ഇങ്ങനെ പറഞ്ഞു നടക്കുക. So in the olden days, the kings, we are talking 300, 500, maybe 1,000 years ago, when the world was ruled by kings. The king would send his proclaimers. They would proclaim, they will proclaim the king's decree and the king's laws. What I am saying right now in the spirit, demons are screaming and shouting and proclaiming, don't touch the church, don't touch the church, don't touch the church. They are proclaiming in the spirit. They are so afraid. Said, leave the church alone, leave the church alone. They are screaming and proclaiming like the proclaimers of the kingdoms of the past. കാരണം ദൈവത്തിന്റെ രാജ്യം കിങ്ഡം ഓഫ് ഗോഡ്, പിശാചിന്റെ രാജ്യം കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് ഇവിടെ കർത്താവ് കാണിച്ചിരുന്നത്. So you have to know God's land is called the kingdom of God, and the devil is the kingdom of darkness. Devil is the kingdom of darkness. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ ശൈലിയിലാണ് ഇപ്പം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
So everything is in they run through the protocol of the kingdom. And so in the kingdom, they keep on announcing that. So that's what the Lord is showing me in the spirit. The demonic kingdom is shouting in fear and terror, don't touch the church, don't just, they are proclaiming it. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ, നിങ്ങൾ പ്രോപ്പറായിട്ട് യേശുവിന്റെ നാമത്തിൽ ഭയം കൂടാതെ നിങ്ങൾ സഞ്ചരിക്കാമെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് ഡെവിൾ പറയും. ഈ റൊണാൾഡ് ബോങ്കെ ഒരു ദിവസം പ്രീച്ച് ചെയ്തതുപോലെ ഡെവിളിന്റെ കുട്ടിച്ചെകുത്താനോട് പറയും, നീ ആ പോകുന്ന ആൾ കണ്ടോ, അവരെ തുടരുത്, കാരണം അയാളുടെ നെറ്റിയിലും അയാളുടെ കാതിലൊക്കെ യേശുവിന്റെ രക്തം പുരട്ടുന്നുണ്ട്, അവരുടെ അരികെ പോകരുത്, അവരെതിനെ ശാസിക്കും. So I'm telling you, like Reinhard Bonnke would say, the demons would say, don't go near those Christians. You see, അവരുടെ ചെവിയിലും അവരുടെ കണ്ണിലും അവരുടെ മൂക്കിലും ഒക്കെ യേശുവിന്റെ രക്തം പുരട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ അരികെ കുട്ടിപ്പിശാചിനോട് വലിയ പിശാച് പറഞ്ഞു കൊടുക്കും, പോകരുത്. നോക്കി ആ നിൽക്കുന്ന സ്ട്രീറ്റിൽ നിൽക്കുന്ന അയാൾ കണ്ടോ, അയാളുടെ കണ്ണിലും മൂക്കിലും ചെവിയിലൊക്കെ യേശുവിന്റെ രക്തമുണ്ട്, അങ്ങനെയുള്ളവരുടെ അരികെ പോകരുത്, കാരണം അവൻ നിന്നെ ശാസിക്കും, നീ തകർന്നു പോകും. So he was saying a vision with Reinhard Bonnke. The big devil is speaking to the little devil. Don't go near this Christian with the blood on his eyes, blood of Jesus on his feet, blood of Jesus on his leg and his head. Don't go near that Christian. He will destroy you. So don't go. The big devil is instructing the little devil. Just avoid this blood-washed Christian. So Psalms 105:4-5 saying, every miracle is recorded for us in the Bible should give us encouragement that his strength is more than enough for our need. ദൈവത്തിന്റെ അതിശക്തമായ ശക്തിയിൽ ആശ്രയിക്കാൻ നാം പഠിച്ചിരിക്കണം. The book of Psalms says we should put our hope, our trust in the mighty working and the power of God. These are examples for us to learn all this. Hallelujah. ദൈവം ചെയ്ത നല്ല കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് നടക്കാതെ, എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ നോക്കി, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവം ചെയ്ത നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു നോക്കിയാൽ 100 പ്രാവശ്യം നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിക്കുവാനിടയാവും. So just record yourself, what you say, what you speak. We are always constantly reciting the bad that is happening, the trouble that is happening. We are praying that out. But instead of that, keep on recounting, saying again the greatness of God, the goodness of God, the mighty hand of God. If you declare like that, your circumstances, everything will change. Rather than always praying your problem, speaking your problem, confessing your problem, fearing your problem, change the way you see and declare the greatness of God, declare the works of God, greatness of the name of Jesus. യേശുവിന്റെ ശക്തിയെ നിങ്ങൾ നോക്കുക. Look back to Jesus and the exceeding greatness of the power and might of the Lord Jesus Christ. Look at Jesus and his great power. യേശുവിന്റെ മുഖം എപ്പോഴും നിങ്ങൾ അന്വേഷിപ്പിൻ. Seek the face of God. Seek the face of God. Seek the face of Jesus. എപ്പോഴും യേശുവിന്റെ അത്ഭുതങ്ങളെയും യേശു ചെയ്ത അത്ഭുതങ്ങളെയും അവൻ പ്രഖ്യാപിച്ച ന്യായവിധികളെയും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സങ്കീർത്തനം 105:4 ഒക്കെ പറയുന്നത് പോലെ, like Psalm 105 says, recount the acts of God, recount the judgments of God, recount working of God, like the book of Psalms says. The book of Psalms says in Psalm 105, same way you recount the great works of God, recount it. നമ്മുടെ എല്ലാ ആവശ്യത്തിനും യേശുവിന്റെ ശക്തി പര്യാപ്തമാണ്. അത് മതി. നമുക്ക് പ്രോത്സാഹനം കിട്ടും. ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ചും യേശുവിന്റെ ശക്തിയെക്കുറിച്ചും നമ്മൾ വായിക്കുകയും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ പ്രോബ്ലംസും ആ ശക്തിയുടെ ആവശ്യമുള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. So all we need is to meditate the word of God. Look at Jesus, the miracles of Jesus, the authority of Jesus, the acts of Jesus. That's all we need. Immediately our faith will prop up. Immediately our faith will rise. All we need is to speak, look and meditate the name of Jesus, the works of Jesus, the acts of Jesus. We have to, talk of his wondrous work, give glory to his name, seek the Lord and his strength. നിങ്ങൾ നോക്കിയ മുസ്ലിങ്ങള് അവരുടെ കുഞ്ഞുങ്ങളെ മദ്രസയെ കൊണ്ടുപോയി അവരുടെ സേറ്റനിക് പുസ്തകം പഠിപ്പിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ വലുതാകുമ്പോൾ 30 അല്ലെങ്കിൽ 40 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർ ഭീകരന്മാരായി മാറും. പക്ഷേ നമ്മൾ എത്ര പേര് ബൈബിൾ വായിക്കുന്നുണ്ട്? എത്ര പേര് നമ്മുടെ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുന്നുണ്ട്? എത്ര പേര് സൺഡേ സ്കൂളിൽ പോയി നിങ്ങൾ പിള്ളേരെ കൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. So just let's do a comparison with ourselves and Muslims.
The Muslims will, when the kids are born, they will take them to the Muslim school. It's called a madrasa, and they are indoctrinated in the Quran, their Muslim book. And they, by the time they are 20, 30, 40, they are ready to kill and destroy for their religion because they are brainwashed, they are indoctrinated. But how come do we spend time teaching our children the works of God, acts of God, the greatness of God? Do we take them to the Sunday school, or do we teach? Let's compare ourselves how the Muslims act and we act. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മുസ്ലിം എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരനായിരുന്നു. അവിടെ അബുദാബി വെച്ച് എൻ്റെ ടെലിവിഷൻ മിനിസ്ട്രിക്ക് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മുസ്ലിം സഹോദരനായിരുന്നു. So before I came to America, I was in Abu Dhabi, the United Arab Emirates. So I had a TV ministry, and my cameraman was a Muslim. I would do the preaching, but my cameraman was a Muslim. അദ്ദേഹത്തോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, നിന്റെ ഖുറാൻ നിന്റെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഖുറാൻ തന്നെ. അപ്പോൾ അവൻ ചോദിച്ചു എന്തിനാ ചോദിച്ചാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി. കാരണം ഖുറാനെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഞാൻ മുസ്ലിം കൺട്രി ജോലി ചെയ്യുന്നു, 19 വർഷമായിട്ട് അവിടെയുണ്ട്. ഞാൻ മിനിസ്ട്രി ചെയ്യുന്നു. പക്ഷേ എൻ്റെ ബൈബിൾ മാത്രം എനിക്കറിയാം. പക്ഷേ ഖുറാനെ പറ്റി എനിക്കൊന്ന് വായിച്ചു നോക്കണം എന്നൊരു ഒരു പ്രേരണയല്ല, എന്ന് ജസ്റ്റ് മനുഷ്യമായി ചിന്തിച്ചു. ഞാനോട് ചോദിച്ചു, ഖുറാൻ ഉണ്ടെങ്കിൽ നീ ഖുറാൻ കൊണ്ട് തരാൻ പറഞ്ഞു. I told my cameraman, he's a Muslim, so if you have a copy of Quran to spare, give me a Quran just so that I might know something what's in the Quran, because I've been living in this Muslim country for almost 18 years. I have only read the Bible. I think I should know something about your Quran. If you have a Quran, a Muslim book, bring your Muslim book Quran. I would like to know. I told my Muslim cameraman. ഞാൻ കുറച്ച് 2-3 പേജ് വായിച്ചപ്പോഴേ ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. കാരണം അതുകൊണ്ട് അതൊരു പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് അടച്ചു വെച്ച് ഞാൻ എൻ്റെ എവിടെയോ ഒരു കബോർഡിനകത്ത് പെട്ടിക്കകത്ത് ഞാൻ എടുത്തങ്ങ് വെച്ചു. എൻ്റെ ക്ലോസറ്റിനകത്ത് അത് ബുക്ക് എടുത്ത് വെച്ചു. So I read 2-3 pages. I said it's futile, there's nothing to learn. I closed the book after reading 3-4 pages and I put the book in my closet. സോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ ചെന്നു. So many years later, I had to shift my residence. I had to go to a new apartment. So, and when I packed and I went to a new house. സോ എൻ്റെ സാധനങ്ങളെല്ലാം ഫ്ലോറിൽ നിരന്ന് കിടക്കുകയാണ്. ഈ ഖുറാനും ഫ്ലോറിൽ കിടക്കുക. കാരണം ഞാനന്ന് ജോലിക്ക് പോയി, വൈഫാണ് ഇതെല്ലാം അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ആ ഖുറാൻ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. മീൻസ് ഇതിൻ്റെ ഫ്ലോറിൽ കിടക്കുകയാണ്. നമ്മളെ സാധനങ്ങളെല്ലാം നിരന്ന് കിടക്കുകയാണല്ലോ. ആ ഖുറാനും നിലത്ത് കിടക്കുകയാണ്. So we came home and to the new place, and we unpacked, and I went to work, and the Quran was lying on the floor. My wife was unpacking and arranging the new place, and the Quran was lying on the floor. അപ്പോഴാണ് ഇലക്ട്രിസിറ്റി ഒന്ന് വാട്ടർ പ്രോബ്ലം ആയിട്ട് വൈഫ് വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ടെക്നീഷ്യനെ അവിടെ പറഞ്ഞേക്കുന്നുണ്ട്. അദ്ദേഹം മുസ്ലിമാണ്. So my wife called me up and said, we have problem with our water. The water is not working right, and the electricity is not working right. So I was at work. I called up a technician. I called them and sent home where my wife was. അദ്ദേഹം ഈ ഖുർആൻ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ വൈഫിനോട് ഷൗട്ട് ചെയ്തു, എന്തിനാണ് ഈ ഖുർആൻ നിലത്തിട്ടിരിക്കുന്നത്? വിശുദ്ധമാണ്, വിശുദ്ധ പുസ്തകമാണ്, നിങ്ങൾ നിലത്തിടാൻ പാടില്ല. അദ്ദേഹം എൻ്റെ വൈഫിനെ എൻ്റെ വീട്ടിൽ വെച്ച് ഷൗട്ട് ചെയ്തു. So when this technician came, he was a Muslim, and he saw the Quran lying on the floor. He began to yell at my wife, how dare you put this holy book on the floor? It's a holy book. You should show respect. It should not be thrown on the ground. And in my house, he yelled at my wife. വൈഫ്, ഐ എം സോറി, ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ അടുക്കിപ്പറിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം എൻ്റെ വൈഫ് പുസ്തകം എടുത്ത് ടേബിളിൽ എടുത്ത് വെച്ചു. അയക്കും സന്തോഷമായി. അളങ്ങ് പോയി, ടെക്നീഷ്യൻ അത് റിപ്പയർ ചെയ്താൽ പോയി. So my wife said, I'm sorry, we just moved in, we are moving the things around, I'm sorry. And she pulled up the Quran and put it on a table and said, I'm sorry about that. And the guy finished his job and he left. ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നിങ്ങൾ ക്രിസ്ത്യാനികൾ എത്ര പേര് നിങ്ങളുടെ ബുക്ക്, നിങ്ങളുടെ ബൈബിളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്? So you see the reverence and the respect the Muslim gives to his book. How much of reverence, respect you give to your Bible? ഞാൻ എത്ര ബൈബിളുകൾ ഞാൻ ഹൈവേ വഴി പോകുമ്പോഴും പല 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 സ്ഥലത്തിലൂടെ ഞാൻ കാർ ഓടിച്ചു പോകുമ്പോൾ എത്ര ബൈബിൾ നിലത്ത് കിടന്ന് ഞാൻ എടുത്ത്, അത് കുപ്പയ്ക്കകത്ത് കിടക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ അമേരിക്കയിലെ കാര്യം ഞാൻ പറഞ്ഞു, പലതും വഴി കിടക്കുന്നത് ഞാൻ എടുത്ത് ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ട് ഞാൻ പലർക്കും അത് ക്ലീൻ അപ്പ് ചെയ്ത് ഞാൻ പലർക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. I've picked up many a Bible from many American street, even from the garbage. I've picked it up, I've cleaned it, I've distributed it, redistributed. I've picked many a Bible from the roads, the streets, the garbage. നിങ്ങൾ യേശുവിൻ്റെ ആ ലെറ്റർ, യേശു തന്നിരിക്കുന്ന ഹൃദയം തുറന്ന് എഴുതി വെച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മ എഴുതിക്കുന്ന പുസ്തകം നിങ്ങൾ റെസ്പെക്ട് ചെയ്യാതെ നിങ്ങളും നിങ്ങളുടെ തലമുറകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വചനം ദൈവം തന്നിരിക്കും. നമ്മുടെ വചനം, ദൈവത്തിൻ്റെ വചനം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അത് നമ്മൾ ഹൃദയത്തിലാക്കുന്നില്ലെങ്കിൽ, അതിനെ നമ്മൾ കണ്ടില്ലെങ്കിൽ
അതൊരു ശാപമായി തീരുവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചില ഈ സ്പാനിഷ് പുസ്തകങ്ങളൊക്കെ റോഡിൽ കിട്ടിയിട്ട് ഞാൻ അത് ക്ലീൻ ചെയ്ത് നല്ല പുസ്തകങ്ങളുണ്ട് ബൈബിൾ, നല്ല നല്ല താളുകൾ, മീൻസ് നല്ല കോസ്റ്റ്ലി പുസ്തകങ്ങൾ കിട്ടിയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ സ്പാനിഷുകാർക്ക് കൊടുത്തിട്ടുണ്ട് പ്രസന്റ് ആയിട്ട്. I've picked up many a Spanish Bible and I've cleaned it and I've given the Spanish Bible to people. You have to understand. The Bible says, God will not hear the prayers of those who don't respect and reverence His word. We should be conscious of reverencing and honoring God's word, God's Bible. അപ്പൊ നമുക്ക് മടങ്ങി വരാം. അപ്പം ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാമെങ്കിൽ, let's come back. If we rely on the power of God. So power of God എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ആണ്. ദൈവത്തിന്റെ ശക്തി പറഞ്ഞ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആശ്രയിക്കാമെങ്കിൽ, the power of God is the Holy Spirit. So if you trust on the Holy Spirit, നമ്മുടെ ദുർബലമായ ശ്രമങ്ങളിൽ നിന്ന് അതിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് നിർത്തുവാൻ സാധിക്കും. He will save us from our weakness. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും. The Holy Spirit himself will instruct us what to do. നമ്മൾ സമർപ്പിക്കുമ്പോൾ, സറണ്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ബലഹീനതയിലാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ വെളിപ്പെട്ടു വരുന്നത്. 2 Corinthians 12:9 പറയുന്നത് പോലെ, in our weakness his strength is perfected. In our weakness his strength is perfected. നമ്മളെ എവിടെ തരിപ്പണമായി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനത്ത് നിങ്ങൾ സറണ്ടർ ചെയ്തിട്ട് പറ, പരിശുദ്ധാത്മാവേ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, കർത്താവ് യേശു എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. When you say, Lord, this is my weak area, I can't do anything about it, I need your help. When you ask God to help in your weakness, in your defeat, in your inability, when you cry out to Lord, help me in my weakness, in my inability, in my insufficiency, at that spot, at that moment, God will step in to help you. നമ്മുടെ പ്രോബ്ലം എന്താണെന്നറിയാം, ശിഷ്യന്മാരെ പോലെയാ. 5000 പേരെ അവർ കണ്ടപ്പോൾ അവർ ആശ്രയിച്ചത് അവരുടെ ബുദ്ധിയിലായിരുന്നു. When they saw this, we are like the disciples. When the disciples saw 5,000 people, they relied on their brain, their mind. അവർക്കുള്ള ചെറിയ അളവ്, ചെറിയ ഭക്ഷണത്തിന്റെ കഷ്ണങ്ങൾ അവർ യേശുവിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കാണ് അവർക്ക് പോലും വയറിയാനിടയായത്. So when they saw the 5 loaves and 2 fishes, they saw the crowd, it was beyond them. But when that 5 loaves and 2 fishes went into the hands of Jesus, he multiplied it, he fed the multitudes and fed the disciples. നമ്മുടെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ കൊടുക്കുക, അത് വലുതാക്കി ദൈവം തരുവാനിടയാവും. So what little you have, you give it to the hands of Jesus, he will multiply it, he will bless it and he will make it big. സോ നിങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത വിഷയങ്ങൾ ദൈവസന്നിധിയോട് ചെല്ല് പ്ലീസ്. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ആ ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച്, യേശുവിനെ ആശ്രയിച്ച് നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. Say whatever is difficult for you, whatever is impossible for you, whatever is heaviness for you, take your problem, take your issue, take your struggle and give it into the hands of Jesus. Then you will see his hand working out great. ദൈവന്റെ ഒരു വെളിപ്പാട് നടക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു വെല്ല്, നിങ്ങൾക്ക് വേണ്ടി ഒരു കിണർ ദൈവം തുറക്കുകയാണ്. അത് ആത്മീയവും ഭൗതികമായ അനുഗ്രഹത്തിന്റെ ഒരു കിണർ ഇപ്പോൾ തുറന്നു വരുന്നു. യേശു എന്നെ ആത്മാവിൽ കാണിക്കുക. A financial well, an opportunity well, right now the Lord is opening for you right now. I can see, എനിക്കൊരു വെല്ല് കാണുന്ന വെല്ല് നിങ്ങൾ നിറച്ച് നല്ല തെളിഞ്ഞ വെള്ളങ്ങൾ കിടക്കുകയാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആത്മീയ ബ്ലെസ്സിങ്സും ദൈവം ഇപ്പൊ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. Right now the Lord has opened a well and that the well has crystal clear water and there is a financial blessing in that well. There is a spiritual blessing in that well. That's material blessing in that well. Receive, Father, I receive that. I take it in Jesus' name. നിങ്ങൾ നോക്കിയേ, പല തടസ്സങ്ങളുമല്ല, ഈ പല മതിലുകൾ പിശാച് കണ്ട് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുക, പല ഹിൻഡ്രൻസ് കൊണ്ട് മുന്നിൽ വെച്ചിരിക്കുക. നമ്മളിങ്ങനെ പകച്ചു നിൽക്കുക, നമുക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. So the devil has built multiple walls, multiple obstacles before you, multiple hedges and fences, and we are stuck and you don't know what to do. You're stuck before the devil's walls, the devil's gates and multiple fences. എരിഹോ മതിലുകൾക്ക് മുമ്പിൽ യോശുവ നിസ്സഹായനായി നിൽക്കുക. അവനറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്.
Joshua is standing before the walls of Jericho. He is helpless. It's a massive wall, and Joshua stands helpless before the walls of Jericho. പക്ഷേ യോശുവ കർത്താവിന്റെ ആ യുദ്ധ പദ്ധതിയിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മതിൽ തകർന്ന തരിപ്പണമായി. നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിലെ ആ ശക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു പിശാചിനും ഒരു മതിൽ നിൽക്കാൻ സാധ്യമല്ല. Pastor, Okay. listen to this. This is very important. Joshua did not know what to do, but when he received the Lord's strategy to go around the wall, and he followed the strategy of the Lord, and the wall fell down. Now listen, this is the message. And if you know the power of the name of Jesus, you know the greatness of the name of Jesus. When you release faith and speak the name of Jesus, every wall, every fence, every chain will break before you like the walls of Jericho. അവിടെ ഒന്നുകൂടി പറഞ്ഞ പാസ്റ്റേ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാല് ഈ യുദ്ധത്തിന്റെ ഒരു പദ്ധതി ആ ജോഷുവ ദൈവത്തിൽ നിന്ന് പഠിക്കുവാനിടയിൽ നോക്കിയേ. ജോഷുവ പോയി ഒറ്റയടിക്കാൻ മതിലിടിച്ച് പൊളിച്ചില്ല. 7 പ്രാവശ്യം കറങ്ങാൻ കർത്താവ് പറഞ്ഞില്ലേ? 7 പ്രാവശ്യം നിങ്ങൾ എന്താ പറഞ്ഞ സ്തോത്രം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആർത്തട്ടഹസിക്കാൻ പറഞ്ഞു. നോക്കിയേ, അവിടെ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ ഒറ്റയടിക്ക് യേശുവിനെ ആദ്യം മാറണമെന്നില്ല. പക്ഷെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയം, പരിശുദ്ധാത്മ നിങ്ങൾ പറഞ്ഞു തരും ഇതിനെ എങ്ങനെ തകർക്കാൻ പറ്റും. നിങ്ങൾ അതനുസരിച്ച് ഫോളോ ചെയ്യാമെങ്കിൽ, അതനുസരിച്ച് സ്റ്റെപ്പുകൾ വെക്കാമെങ്കിൽ ഈ നിങ്ങളുടെ മുന്നിലുള്ള മതിൽ ഇടിഞ്ഞ് ഇടുവാനിടയാവും. അതാണ് കർത്താവിന്റെ യുദ്ധ പദ്ധതി. Thank you. Listen to this. See, Joshua received the strategy from the Lord. He followed. He had to do it 7 times, 7 days. He went 7 days, and the 7th day he had to do it 7 times. It didn't happen overnight. It was a 7-day war strategy, and he specifically followed the strategy. The same way when you say the name of Jesus, one day the wall might not go down. One day the problem might not go down, but sit with the Holy Spirit, receive the guidance of the Holy Spirit, walk around your problem. It could be 1 day, 2 days, but consistently follow what the Holy Spirit tells you. You will have victory, and your wall will fall down. ഒരു പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച ഭൂതം പുറത്തായില്ലെന്നിരിക്കണം. യേശു പറഞ്ഞത് എന്താണ്? ഒരു പക്ഷെ നിങ്ങൾ ഭൂതം വിളിച്ച പുറത്തായത്, പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഈ ജാതി വിട്ടുപോയി. യേശു പറഞ്ഞങ്ങനെ ചില സമയത്ത് പരിശുദ്ധാത്മാവോട് പറയാൻ നിങ്ങൾ ഉപവസിക്കും. ഒരു 3 ദിവസം ഉപവസിക്കുക, അല്ലെങ്കിൽ 7 ദിവസം ഉപവസിക്കുക, ചിലപ്പം 10 ദിവസം ഉപവസിക്കുക, 20 ദിവസം ഉപവസിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മാനുഷികമായിട്ട് ഉപവാസമല്ല. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നതോ അത് നിങ്ങൾ കേൾക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഡെലിവറൻസ്. എന്നെ കാണിക്കുന്ന ഒരു അടച്ചിട്ടിരിക്കുന്ന പക്ഷി കൂടി നിന്ന് ഇറങ്ങി ഓടുക, പറന്നു പോവുക. നിങ്ങൾക്ക് വലിയ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. So give me passive time. So he says, sometimes you speak to the devil, come out in the name of Jesus. It did not come out. Don't give up. Sometimes Jesus said, this kind will only go out with prayer and fasting. So listen to the Holy Spirit. Maybe you have to fast 1 week, maybe 2 days, 3 days, maybe 21 days, but don't give up and speak to the devil. He will leave. Right now I see the cage being opened and the bird flying out. നിങ്ങളുടെ ഡോക്ടേഴ്സ് പറയും നിങ്ങൾ മരിക്കാൻ പോവാണ്, നിങ്ങളുടെ ദേഹം മുഴുവൻ ക്യാൻസർ ആയിരിക്കും, നിങ്ങളുടെ ദേഹം മുഴുവൻ ക്യാൻസർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. പിശാച് നീ ഇത് മാറിയേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാവും, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ വണ്ടി ഞാൻ ഓടിക്കും, ഞാൻ ജോലിക്ക് പോകും, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തും. നിങ്ങൾ ശക്തിയോടുകൂടി ദൈവസ്ഥലത്ത് നിൽക്കാമെങ്കിൽ പിശാച് നിങ്ങളെ നാണിച്ചു പോകാനിടയാവും. നോക്കി, ഇയ്യോബിന്റെ അനുഭവം നിങ്ങൾ നോക്കി. ഇയ്യോബ് വിട്ടുകൊടുത്തില്ല. ഭാര്യ പോലും ഇയ്യോബിന് കുറ്റപ്പറ്റി ഇയ്യോബ് വിട്ടുകൊടുത്തില്ല. So, Pastor Samuel, see, listen, maybe your body is ravaged with cancer. The cancer is eaten out your body, but you refuse to bow down before cancer. You say, cancer, leave me. Disease, leave me. You will live. You will start saying, I will look after my children. I will drive my car. I will go to my work. Don't bow down before any problem, big problem or small problem. You look at Job. He did not give up. His own wife said, renounce God, go die. But Job did not give up, and Job survived. ഒരു പക്ഷേ നിങ്ങൾ കടഭാരമായിരിക്കും, നിങ്ങളുടെ ഭവനം പോയായിരിക്കും, ബാങ്ക് കൊണ്ടുപോയിരിക്കും, നിങ്ങളുടെ കാറ് കൊണ്ടുപോയിരിക്കും, നിങ്ങളും സ്ട്രീറ്റിലായിരിക്കും താമസിക്കും, നിങ്ങൾ ആരെങ്കിലും സഹായത്തിലായിരിക്കും ഫുഡ് കഴിക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വിട്ടുകൊടുക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പിടിച്ചടക്കാം, ഞാൻ മടക്കി കൊണ്ടുവരും. യേശുവിൻ്റെ നാമത്തിൽ പോയതെല്ലാം പിശാചിന് മടക്കി തന്നവർ. നിങ്ങൾ വാശിയോടുകൂടി നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കാമെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കാല് വിറയ്ക്കുന്നുണ്ടാകും. നിങ്ങൾ പട്ടിണിയായിരിക്കും, നിങ്ങൾ ഉപവാസമായിരിക്കും, വിറയ്ക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു ജയമുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക. Say, listen to this, please. Today you might be homeless, you are bankrupt, you lost everything, your car is gone, your house is in foreclosure, maybe you're living in somebody's basement, you're living with maybe you don't even have food to eat, but don't give up. The Holy Spirit is saying, rely on Him and trust Him
and stand in faith and speak the word and speak the name of Jesus, God will not let you go. God will help you to repossess everything. Don't give up. Even if your life is gone, you're homeless and bankrupt, don't give up. Trust in the Holy Spirit to pull you out. നിങ്ങൾ കർത്താവിന്റെ യുദ്ധ പദ്ധതിയിൽ വിശ്വസിച്ച് യുദ്ധ പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങ. നിങ്ങൾ ഒരിക്കലും ഒരു വലിയ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ഒരു മേജറായി തീരത്തില്ല ഒരു ദിവസം കൊണ്ട്. അനേക വർഷങ്ങൾ കൊണ്ടാണ് ആളുടെ ഒരു മേജറായി തീരുന്നത് അല്ലെങ്കിൽ ക്യാപ്റ്റനായി തീരുന്നത്. എത്രയെത്ര യുദ്ധം അയാൾ കണ്ടതായിരിക്കും, എത്രയെത്ര പ്രാക്ടീസ് ചെയ്തായിരിക്കും. നിങ്ങളൊരു യുദ്ധക്കളത്തിൽ നിങ്ങൾ തകരുവാനല്ല ദൈവം നിങ്ങളെ പഠിപ്പിച്ചെടുക്കുകയാണ്. നിങ്ങളത് യുദ്ധം ചെയ്ത് ജയിക്കാൻ വേണ്ടി നിങ്ങൾ തിരിഞ്ഞോടരുത്. തിരിഞ്ഞോടിയാൽ നിങ്ങളുടെ പിശാചിന്റെ വാള് നിങ്ങളുടെ പുറത്തു വരും. പക്ഷേ നിങ്ങൾ ചങ്ക് കാണിച്ച് പിശാചിന് നേരെ നിൽക്കാമെങ്കിൽ ജയം നിങ്ങൾക്കുള്ളതാണ്. Say, no man becomes a general overnight. No man becomes a major overnight. No man becomes a joint chief of staff overnight. He has gone through many battles, many wars. The same way, don't run away from the devil. Don't show your back to the devil. If you show your back to the devil, he'll poke you down. But you go back after the devil. Don't rely on your power. Get the strategy from the Holy Spirit. Stand your ground. Day by day, you advance. Go forward. God will make you into a warrior. You will have victory. Don't show your back. Don't run in fear. Stand your ground and march ahead. A general is not made in one day. It takes years, decades to be a general, a warrior. ഹല്ലേലൂയ. നമ്മൾ നോക്കിയാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇരുന്ന ഗസിയ മോള് 1.5 വർഷം ജോലിയില്ലാതെ വീട്ടിലിരുന്നപ്പോഴാണ് ഇപ്പോഴും ജോലി കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആർട്ടിസ്റ്റായിട്ട് മനസ്സിലായി എന്താ പറയുന്നത്, ആർക്കിടെക്റ്റായിട്ട്. നോക്കിയേ 1.5 വർഷം വീട്ടിലിരുന്നിട്ടാണ് ജോലി കിട്ടിയത്. ഓപ്പൺ ചെയ്ത് in the pastor's prayer group, there's a young girl. She's an architect trained in America. She didn't have employment for almost 18 months. She was unemployed. And recently she got a job maybe 2 months ago in Florida. She was unemployed for more than 18 months. She waited. Now God has opened a door for in Florida. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, നടക്കുമെന്നേ പറ. നിങ്ങൾ പറ, യേശുവിൽ അത് നടക്കുമെന്ന് നിങ്ങൾ പറ. ആ ശക്തിയോട് പറ, ഇത് നടക്കും. നിങ്ങൾ 100 പ്രാവശ്യം നടക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ പറ, നടക്കുമെന്ന്. ഇത് നടന്നേ പറ്റുള്ളൂ. നടക്കും യേശുവിന്റെ നാമത്തിൽ. So you're thinking the devil is saying this will not work out for your child. Your child will not make it. Your child will not get a job. Your child will not get married. The child will be no. He said, no, devil, no. My child will go to school. My child will get married. My child will follow Jesus. You said, devil, I don't accept it. You declare the word of God over your children. Your children will receive their inheritance and possess them. Whether it be a job, whether it be a marriage, whether it be following Jesus. If you stand and declare, God will come into your future of your children. പലരും വന്ന് 3-4 പ്രാവശ്യം എക്സാം എഴുതിട്ടുണ്ടെന്ന് പറഞ്ഞു, പാസ്റ്റർ തോറ്റുപോയി ഞാൻ എഴുതി. ഞാൻ പറഞ്ഞു, നോ, നിങ്ങൾ വീണ്ടും എക്സാം എഴുതണം യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് ജയം കാണാൻ പറ്റും. People will come and say, Pastor, I have gone to this interview many times. This is my 10th interview I failed. This is my 10th driving license. This and that. I'm saying, don't give. Go for the next test. Go for the next interview. Don't give up. Go for the next employment. God will guide you. God will direct you. നിങ്ങൾ ഒറ്റയിടിക്കാൻ ആരും താഴെ പോകത്തില്ല. നിങ്ങളൊരു ബോക്സിംഗ് റിങ്ങിലാണ്, ഒറ്റയിടിക്കാൻ താഴെ പോകത്തില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം എത്ര റൗണ്ട് ഇടിച്ചാലായിരിക്കും. പക്ഷെ എന്തുമാത്രം ഇടി നിങ്ങൾക്ക് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര നിങ്ങൾ വിട്ടുകൊടുക്കാതെ നിങ്ങൾ മരണ പോരാട്ടം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുവാനിടയാവും. Now, nobody wins in the first round of the boxing match. If you stay, the boxing match is 12 rounds. If you stay in the ring, round after round, you're taking the pounding, you're taking the punches, but you stay there, eventually you will win. ഹല്ലേലൂയ. നോക്കിയാൽ ദേവാലയം പുനർനിർമ്മിക്കുവാൻ വേണ്ടി സെരുബ്ബാബേലിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. You see, when the second temple was built under the direction, under the headship of Zerubbabel, in Haggai and Zechariah, how many obstacles was faced by Zerubbabel? പരിശുദ്ധാത്മ പറഞ്ഞ എന്താണ്? സെക്കറിയാവ് 4:6, ശക്തിയാലുമല്ല, എന്താണ്, ബലത്താലുമല്ല. കർത്താവ് പറഞ്ഞ എന്താണ്? എന്റെ ആത്മാവിനാൽ, അല്ലെ? അവന്റെ സെക്കറിയാവ് 4:6 നിങ്ങൾ വായിച്ചു നോക്കിയോ? 4:6. So Zerubbabel having great difficulty. Not by might, not by power, but my spirit. Yes.
Yeah, he was having so much of opposition to build the temple, but the Zechariah speaks to Zerubbabel, not by might, not by power, but by my spirit. Who are you, mountain before Zerubbabel? You shall become a plain, and he shall bring forth the capstone by grace, not by might, not by power, but by the spirit of God. The temple will be built, Zerubbabel. ദൈവത്തിന്റെ ശക്തിയാലാണ് അദ്ദേഹം ആ ടെമ്പിൾ പണിഞ്ഞത്. നോക്കി, The temple was built by Zerubbabel, by the might of the spirit, by the power of the spirit. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞെന്താണ്? ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ 2-ാമത്തിൽ യേശു പറഞ്ഞെന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു, അന്വേഷിക്കുന്നതെല്ലാം കണ്ടെത്തുന്നു, മുട്ടുക നിങ്ങൾക്ക് തുറക്കപ്പെടും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. In Matthew, Jesus says, everyone who asks will receive, everyone who seeks will find, everyone who knocks, the door will be opened. നോക്കി, ആദിമ നൂറ്റാണ്ടുകളിൽ അവർ വന്നിരുന്ന സ്ഥലങ്ങളൊക്കെ കുലുങ്ങിയെന്നാണ് എഴുതി. കുലുങ്ങുമായിരുന്നു. അവർ ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിറയുമായിരുന്നു. അവര് ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുമായിരുന്നു. So in the book of Acts, the Bible says in Acts chapter 4, when they prayed, place they sat shook. In Acts 16, where the place they prayed, the place that they sat down shook. So they, whatever they asked, they were filled with the Holy Spirit. They were refilled with the Holy Spirit, and the place would shake when they prayed. നിങ്ങൾ നോക്കിയാൽ പത്രോസ് ജയിലിൽ കിടക്കുകയാണ്. എന്നാലും സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? തടവിൽ നിന്ന് പത്രോസ് മോചിതനായി. അതാണ് ദൈവത്തിന്റെ ശക്തി. So in the book of Acts chapter 12, the Bible says Peter was arrested. He was putting guard between soldiers, but the Bible says the church continually for Peter, and the Bible says the angels came and opened the gate and Peter was brought out. That is the power of the prayer of the church that breaks open prison doors. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് നമ്മുടെ ശക്തി. So our power is equivalent to writes in Ephesians, exceeding greatness of the power that raised Jesus. So യേശു മരിച്ച ഒരാളായിരുന്നെങ്കിൽ, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ജീവിക്കത്തില്ല. നമ്മളും ചത്തവരായി പോകാൻ. പക്ഷേ നോക്കിയാൽ മരിച്ചവൻ എഴുന്നേറ്റു. അതുകൊണ്ട് യേശു ജീവിക്കുന്നതുകൊണ്ട് നാമും ജീവിക്കും. യോഹന്നാൻ 14:19. Because Jesus lives, we also live, according to John. Because he liveth, we also live. Because we are not serving a dead Jesus. If we're serving a dead Jesus, we would have been dead too. But we are serving a resurrected Jesus. And Jesus said, because I live, you live. ഹല്ലേലൂയ. യേശുവിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമുക്കുള്ള പ്രത്യാശ ഇവിടെ മാത്രമല്ലെന്ന്, നിത്യതയും നമുക്ക് പ്രത്യാശ തന്നിരിക്കുക. Our hope is not only for here, our hope is for eternity, because the same spirit that raised Christ from the dead and the exceeding greatness of the power that raised Jesus from the dead is the faith that is working for us. That is the power that is working for us in the name of Jesus. ഈ മാർട്ടിൻ ലൂതർ പറഞ്ഞ എന്താണെന്നറിയോ? ശരീരത്തെ അവർക്ക് കൊന്നേക്കാം, പക്ഷെ ദൈവത്തിന്റെ ശക്തി അവർക്ക് എപ്പോഴും നിലനിൽക്കും. ദൈവത്തിന്റെ സത്യം എപ്പോഴും നിലനിൽക്കും. ദൈവത്തിനെ ആർക്കും തകർക്കാൻ സാധ്യമല്ല. Martin Luther said, they can destroy your body, they can kill your body, but the power of God and the word of God nobody can destroy. അതുകൊണ്ട് എഫേസ്യർ 3:20 നിങ്ങൾ 100 പ്രാവശ്യം പറയണം. നമ്മളെ ബലഹീനരാണെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന അവന്റെ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും അത്യന്തം അധികമായി ചെയ്യുവാൻ ദൈവം പ്രാപ്തനാണ്. So in Ephesians 3:20 he says, now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that works in us. He said he's able to do exceedingly abundantly above all that we ask or think. റോമലേഖനം 8:28 പറയുന്നത് എന്താണ്? ആ ഭയങ്കര ഉറപ്പാ ദൈവം. ദൈവം എല്ലാത്തിലും തന്നെ സ്നേഹിക്കുന്നവരുടെ തന്റെ ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന എഴുതിയിരിക്കുന്നത്. The book of Romans says all things work together for the good of those who love God and called according to his purposes. All things work together. All things work together. So we have a confidence that we have confidence that ultimately God will accomplish his good in our life. Amen.
In all things Yeah, God work for, Deva- yeah, in all things God work for the good of those who love him, who have been called according to his purpose. ദൈവം വിളിച്ചതിന് വേണ്ടി, ദൈവത്തെ വിളിച്ചവർക്ക് വേണ്ടി ദൈവം എല്ലാം അവരുടെ നന്മയ്ക്കായിട്ട് അവരുടെ ശുഭത്തിനായിട്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തമായ ആ ശക്തിയെ നിങ്ങൾ ആശ്രയിക്കുക. So be strong in the Lord and the power of his might. Your faith should be in the power of God. നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിലും വചനത്തിലും പരിശുദ്ധാത്മാവിലൊക്കെ നിങ്ങൾ ആശ്രയിച്ച് നോക്കിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഈ കാറ്റടിക്കുന്നത് പോലെ, എന്നെ കാണിക്കുന്ന കർത്താവ് കാണിക്കുന്ന, നിങ്ങൾ കരികല നിലത്ത് കിടക്കുമല്ലോ, കാറ്റടിക്കുമ്പോൾ കരികല അങ്ങ് പറന്നു പോകുന്നവരങ്ങ് പോകും. കരികല എന്ന് പറഞ്ഞപ്പോൾ അറിയാലോ, ഇല പൊഴിഞ്ഞ് കിടക്കത്തില്ലേ, ഈ വാടിയ ഇലകളൊക്കെ. So right now the Lord is showing me a vision. Right now, when the fall comes, the leaves fall down and the wind will blow. All the fall leaves is flown in the wind by the power of the wind. Same way I can see the wind of God flow and the leaves being flown out. Your problems can be brushed out by God's wind. ദൈവത്തിന്റെ കാറ്റടിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നീക്കാൻ പറ്റുമോ? If the wind of God flows, what problems can stand? It's just like the fall leaves is brushed out by the wind of God. നിങ്ങളുടെ ജീവിതത്തിലോട്ട് ദൈവത്തിന്റെ കാറ്റടിക്കാൻ പ്രാർത്ഥിക്കുക. Everybody say, Lord, let your wind blow and blow out my problems like the fall leaves. ഡുനാമിസ് പവർ നിങ്ങളിൽ നിന്ന് വെളിപ്പെട്ടു വരട്ടെ. Say, Lord, the same resurrection power that raised, say this, let the power that raised Jesus from the dead work in me. Same power work in me that raised Jesus from the dead. Say that. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ ഈ മാത്യൂസ് പാസ്റ്ററുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ വീട് വാങ്ങിക്കുന്ന സമയത്താണ്, എൻ്റെ വീട് വാങ്ങിക്കുന്ന സമയത്താണ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇവിടെ വലിയ കൊടുങ്കാറ്റ് നിങ്ങളുടെ ഭാഗത്ത്, ലൂസ്വിൽ എന്തോ വലിയ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റൊക്കെ അടിക്കുന്ന ഞാൻ ന്യൂസ് കേട്ടെന്ന് പറഞ്ഞു. So when he was saying that, like many, I think almost a year back, when he was thinking about buying his property in Louisville in Texas, where he's staying, I said, there's some news or something that there's a storm or something coming to Louisville, Texas. Yeah. ഞങ്ങളത് അന്ന് വേറൊരു പാസ്റ്റോട് ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളത് ഒന്ന് കോമൺ ആയിട്ടൊന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ സൂക്ഷിക്കണേ, പരിപാലിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചത്. വീടിനെ സൂക്ഷിക്കണമേ, ദേശത്തൊന്നും വീടുകൾ പോരെന്നൊക്കെ പ്രാർത്ഥിക്കാനിടയായി. So we pray, Lord, protect our house from the hurricane and protect our house. We prayed. There was a pastor. We prayed, Lord, protect my property, protect my new home. Protect us from this hurricane that is coming to Texas. ഇപ്പോൾ ദൈവാത്മ പെട്ടെന്ന് കാണിച്ചു, ഒരു വലിയ ദൂതൻ എൻ്റെ പറമ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചിറകുകൾ വിടർത്തി നിൽക്കുന്നുണ്ട് കാണിക്കുവാനുണ്ട്, എന്നെ വീടിനെ പ്രൊട്ടക്ട് ചെയ്ത്. Then I saw a vision. The Lord opened my eyes. I saw a mighty angel standing in the midst of my property. His wings were hovering over my property. 24 hours കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഭവനം വിസിറ്റ് ചെയ്തു. ഞാൻ എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയണല്ലോ, ഞാൻ വൈകുന്നേരം വിസിറ്റ് ചെയ്തു. So I left my apartment. I went to my new property to check out if something happened to my new property. ആ ദേശത്തെ പല വീടുകളിലും മണ്ടയ്ക്ക് മരം കിടപ്പുണ്ട്, പല മരങ്ങൾ ഒടിഞ്ഞു കിടപ്പുണ്ട്. എൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് ഒരു മരത്തിന്റെ ഒരു കൊമ്പ് മാത്രം ഒടിഞ്ഞു കിടപ്പുണ്ട്, ഒരു കൊമ്പ്, ഒരു ശിഖരം മാത്രം. So as I was going towards my property, towards my street, I saw many trees broken down, trees falling off people's houses and roofs. But when I came to my property, I just saw one branch falling down, just one branch break off, just falling down by my lawn or something. ദൈവം തെളിവായിട്ട് കാണിച്ചു, ഇവിടെ കാറ്റടിച്ചിരുന്നു, പക്ഷെ ഒരു ബ്രാഞ്ച് മാത്രം ഞാൻ ഒടിച്ചു കളയുന്നു. കർത്താവ് എന്നെ തെളിവ് കാണിച്ചതാ. He showed me the proof, and everything went down. Just one small little branch just fell down, not on my house or anything, on by the. ഞാൻ ആ ഒടിഞ്ഞ ബ്രാഞ്ച് എനിക്ക് തോന്നുന്നു 5-6 മാസത്തേക്ക് എടുത്ത് മാറ്റിയില്ല, അവിടെ കിടക്കട്ടെന്ന് ഓർത്ത്, ഒരു തെളിവായിട്ട് കിടക്കട്ടെന്ന് ഓർത്ത്. So I did not pull I just let the branch sit there as a sign of God's protection. I didn't even pick up that little branch. That branch was on my property for 3-4 months. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, കാറ്റിനെ അടുപ്പിക്കാനും കാറ്റിനെ തടയുവാനും നമ്മുടെ ദൈവശക്തിക്ക് പറ്റും. Our God is able to blow his wind into our lives to drive away the devil's problems, and our God is able to protect us from the devil's wind. സുനാമിയെ തടയാൻ, സുനാമി വരുത്തുവാനും ദൈവത്തിന് പറ്റും. God is able to protect you from the tsunami, and God is able to make the tsunami come. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുന്നിൽ നിങ്ങൾ പറ, യേശുവിന്റെ നാമത്തിൽ ഇത് മാറിയേ പറ്റത്തുള്ളൂ.
Now, today, right now, say, you problem. You say, you problem in my life. You mountain in my life. Say, in the name of Jesus, move. You problem, get out of my life right now. കർത്താവ് വചനം പറയുന്നത് പിശാച് നിങ്ങളുടെ കാലിന്റെ കീഴെ നിങ്ങളെ ചവിട്ടാൻ തന്നിരിക്കും. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? യേശു പറഞ്ഞ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് പിശാച് നിങ്ങളുടെ കാലിന്റെ കീഴെ എന്നാ പറയുന്നത്. The Bible says in Romans, it says that the God of peace has will crush Satan under your feet. And the book of Psalms says you should tread upon the lion and the serpent. Jesus says you should trample underfoot the serpent, the scorpion, all the power of the enemy. എന്നാൽ വിശ്വാസികളിൽ 80% ആൾക്കാർ പറയുന്നത് എന്തൊരു പോരാട്ട പാസ്, എന്തൊരു പിശാചിനെ പോരാട്ടം, എന്തൊരു ഡീമൻ വർക്കാ പാസ്, ഇത് ഭയങ്കര ശല്യ പാസ്. ഇവർക്ക് പിശാചിനെ പറയാനുള്ള സമയമുള്ളൂ, യേശുവിനെ പറയാൻ സമയമില്ല. So 80% of the believers, they're always saying the devil is after me, the devil's work is so great, the devil is always giving me problem. They always testify of the greatness of the devil and the problems that the devil is giving them. They don't have enough time to speak about God. They are always. നിങ്ങൾ യേശുവിലാണെങ്കിൽ, നിങ്ങൾ യേശുവിന്റെ പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡെവിളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു മാറി, യേശുവിനെ നാം കീഴടങ്ങാൻ പറഞ്ഞു കീഴടങ്ങിയിരിക്കും. അതാണ് ദൈവത്തെ യേശുവിന്റെ പവർ. The power of Jesus is so great. When you say, devil, get behind me in Jesus' name. Devil, I cast you out. Devil, I resist you. Devil, I bind you. When you say that, the devil will bow down and flee and go away from your presence. That is the reality of the Christian life. Devil should not be standing, but you should be sending the devil out in the name of Jesus. എത്രയോ ഡെവിൾ പിടിച്ച്, എത്രയോ ഡീമൻ പിടിച്ച ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടോ, നീ എൻ്റെ വരരുത് പ്ലീസ്, നീ എന്നെ ഓടിക്കരുത് പ്ലീസ്. അവർ പറയുന്നതാ, ഞാനിപ്പോൾ യേശുവിന്റെ നാമത്തിൽ പോവും, ഇറങ്ങി പോവും, ഓക്കെ, നീ എൻ്റെ വരുന്നത് കുറച്ച് നാളുടെ സമയം താ. നോ എക്സ്ക്യൂസ്, ഇട്ട് പോയേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പം പോയേ പറ്റത്തുള്ളൂ. അത് അടങ്ങും, അന്നേരം ഓടുവത്. Many times the devil has spoken to me, don't drive me out from this person, let me stay here for some more time. But I say, no devil, in Jesus' name, leave now, leave now. Many a devil have asked me, don't cast me out, don't come near me, just let me live in this person. But I say, no, in the name of Jesus, leave now, vacate now, evict now, in Jesus' name. ഇന്ന് രാത്രി നിങ്ങളെ തന്നെ പറ, നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവോട് പറ, ഇറങ്ങിപ്പോകാൻ പറ. Now yourself, put your hands on, everybody do this please. Put your hands on your body and say, devil, leave my body. നിങ്ങളുടെ തലവേദനയാണെങ്കിൽ, കണ്ണുവേദനയാണ്, നിങ്ങളുടെ വയറുവേദനയാണെങ്കിൽ, നിങ്ങൾക്ക് ക്യാൻസർ ആണെങ്കിൽ, നിങ്ങൾക്ക് ട്യൂമർ ആണെങ്കിൽ, എന്ത് രോഗമാണെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയിലോട്ട് വെച്ചിട്ട് നിങ്ങളുടെ ഭാഗത്ത് വെച്ചിട്ട് പറ, ഇപ്പൊ കം ഔട്ട്. യേശുവിന്റെ നാമത്തിൽ ഈ ശക്തികൾ ഞാൻ പറയുന്നത് കം ഔട്ട്. Everybody put your hands on your body, let your eyes say, devil, get out of my eyes in Jesus' name. Devil, get out of my ears, get out of my stomach in Jesus' name. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. സ്കിൻ ഡിസീസ് മാറുന്നു. I see skin diseases being healed. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ. യെസ്. Let the healing flow in the name of Jesus. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും കരവെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഭാഗത്ത് നടുവേദന മാറുന്നു യേശുവിന്റെ നാമത്തിൽ, വയറുവേദന മാറുന്നു യേശുവിന്റെ നാമത്തിൽ, stomach pain leaving. Put your hands on ബോഡി പെയിൻ മാറുന്നു യേശുവിന്റെ നാമത്തിൽ, നിന്റെ കണ്ണിന്റെ പെയിനുകൾ മാറുന്നു, see eye pain leaving. തലവേദനകൾ മാറുന്നു യേശുവിന്റെ നാമത്തിൽ, see headache leaving in Jesus' name. ചങ്ങലകൾ പൊട്ടി മാറുന്നു യേശുവിന്റെ നാമത്തിൽ, see chains break in Jesus' ബന്ധനങ്ങൾ name. പൊട്ടി മാറുന്നു യേശുവിന്റെ നാമത്തിൽ. See bondages break in In the name of Jesus' name. Jesus. ദൂതന്മാർ ഇറങ്ങി നിങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. I see many angels coming down. I see many angels. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിങ്ങളുടെ ദേശത്ത് അടിക്കാൻ തുടങ്ങി. I see the wind of God blowing in your nation. I see the wind of God blowing in your city. മരത്തിന്റെ ഇലകൾ ആടി തുടങ്ങി, അത് കാറ്റടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നു. Many leaves shake in the wind of God. I see many leaves. പർവ്വതങ്ങൾ ഇന്ന് രാത്രി കുലുങ്ങും. I see many mountains shaking right now. നിങ്ങളുടെ ഭവനത്തിനകത്തോടെ ദൈവസ്ഥാനത്ത് ഇറങ്ങി വരികയാണ്. Presence of God is coming into your house. We heal the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് നടക്കട്ടെ. Let the healing flow right now. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ. It's not by might, it's not by power, it's by the Holy Spirit. യേശുവിന്റെ നാമത്തിൽ എല്ലാ പർവ്വതങ്ങളും മാറിപ്പോട്ടെ. Let all mountains depart. Let all എല്ലാ ഹിൻഡ്രൻസുകളും മാറിപ്പോട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. Let all hindrances be removed. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിളിച്ചു പറ, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ വിളിച്ചു പറ. You speak to your problem, say in the name of Jesus, death move in the name of കർത്താവ് Jesus. പറഞ്ഞു, ഇനി നിങ്ങൾ ആ മിസ്രൈമിനെ കാണത്തില്ലെന്ന് കർത്താവ്, ഈ തടസ്സം ഇനി നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞു, എല്ലാം കരിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. The Lord is saying, you will not see the Egyptian no more. The Egyptian that you see, I see that God burning down the devil's work. I see the devil's work. കിടക്കേ കിടക്കുന്ന ഒരു കർത്താവ് പറയുന്നത്, കിടക്കേന്ന് എഴുന്നേക്കാനാ പറയുന്നത് യേശുവിന്റെ നാമത്തില്.
The Lord is saying, rise up from your bed. If you're lying sick, rise up in Jesus' In the name. name of Jesus. Paralysis, heal right now. If you're paralyzed, rise up from your paralysis. Rise up from your paralysis. Get up and walk. In യേശുവിന്റെ Jesus' name. നാമത്തിൽ കിടക്കയിൽ എഴുന്നേറ്റ് നടക്കാൻ കർത്താവ് പറയും. എഴുന്നേറ്റ് നടക്ക്. Rise up, rise up. എഴുന്നേറ്റ്. You to the wife, എഴുന്നേറ്റ്. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് ഇത് നടക്ക. നീ അത്ഭുതങ്ങൾ നടക്കട്ടെ. Rise up and walk. എഴുന്നേറ്റ്. ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. The power of God is flowing. The power of God is flowing. Yes. Jesus' name. നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവസാന്നിധ്യം മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ഭയങ്കര ഹോട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു എനിക്ക്. You can feel the anointing coming like heat over me. I don't know whether you're feeling the presence of God. Here I am. The anointing is flowing like heat over me. Receive the anointing now. Power on you. Receive the anointing. Receive the power. ദൈവശക്തി നിങ്ങൾ സ്വീകരിക്കൂ. പ്രാപിക്കൂ. Hallelujah. വലിയ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. I see the power manifesting. Hallelujah. കുത്തി ഓടി ചിലതിനൊക്കെ നീ അടങ്ങിയിരിക്കുന്നതൊക്കെ കർത്താ കുത്തി പറപ്പിക്കാൻ പോകും. അതുപോലെ ദൈവശക്തി വരാൻ പോവാ. Something in the Lord will give you so much power that you'll rise up and walk. You'll rise up and walk. യേശുവിന്റെ നാമത്തിൽ ഈ അടിവയറ്റിലെ വേദനയൊക്കെ കർത്താവ് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. Is healing your the pain in your underbelly, pain and blockages in the underbelly. നിങ്ങളുടെ ഓർഗൻസ് ഒക്കെ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട ഓർഗൻസ് ഒക്കെ മടങ്ങി വരുന്നു. God is restoring your organs. He's restoring functionality to. In the name of Jesus. In the name of Jesus. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ കർത്താവ് മടക്കി തരാൻ പോകും. He's restoring your losses. I call back your relationship, lost relationship, finances. He's restoring losses. കർത്താവ് പറഞ്ഞു നിങ്ങൾ ചിലര് ഈ യുദ്ധം ചെയ്യുന്നവരുണ്ട്. യാക്കോബ് ദൂതനുമായിട്ട് പിടിച്ചതുപോലെ ചിലര് പിടിക്കുന്നുണ്ട്. എന്താ പറയുന്നത് യുദ്ധം ചെയ്യുന്നുണ്ട്. കർത്താവ് അത് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാ. Some of you are wrestling like Jacob wrestled. You're wrestling and wrestling, and God is saying He's going to commit and give victory to you. To your wrestling, you're going. ചിലര് രാത്രിയിൽ സ്വപ്നങ്ങൾ കാണാൻ പോവാ. ഗോവണി ഈ ദൂതൻ കയറി ഇറക്കുന്ന പോലെ നിങ്ങൾ യാക്കോബ് സ്വപ്നം കണ്ടതുപോലെ കാണാൻ പോവാ. Some of you are going to see dreams and visions like Jacob. You will see the ladder of Jacob and you will see heaven open. God is going to give you such dreams and visions. നിങ്ങളുടെ ഉൾക്കണ്ണുകൾ ദൈവം തുറക്കുന്നതായിട്ട് നിങ്ങളുടെ ഉൾക്കണ്ണുകൾ ദൈവം തുറക്കാം. യേശുവിനെ കാണാൻ പോവാ. I see the Lord opening your inner eyes and you're going to see visions and you're going to see the glory and visions of Jesus. In the name of Jesus. In the name of Jesus. In the name of Jesus. പക്ഷെ ആർക്കെങ്കിലും ഒന്ന് നിങ്ങൾ പാസ്റ്റർ അങ്ങനെ ചെയ്യുമോ എനിക്കറിയത്തില്ല. മ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ആർക്കെങ്കിലും ശ്രദ്ധേയമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ച് പറയാമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറയാം. All of you unmute. If you have a prayer request, he will pray for you. Or if you're experiencing anything, let me know. He let him know. If you're feeling God, if you're feeling the fire, you're feeling the heat, you're feeling the wind, you saw a vision or anything, unmute and speak. Or if you say something, if he wants to pray, he will pray for you. Either way. If you have a testimony, share the testimony. The Lord is touching you right now. Unmute please. And if you have a prayer request, okay, go ahead. Can you guys hear me? Touch Holy Spirit. Yes, sir. Yeah. Okay. Speak to me. Yeah. Holy Spirit, touch. Thank you, Jesus. Be healed in the name of Jesus. Pastor. Pastor, ഇന്ന് ആ സിസ്റ്റർ സ്നേഹത്തെ ഫാദറിനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ വീട്ടിൽ തിരിച്ചു വന്നു. Sister Sneha is asking, pray for her father. Okay, sister എന്ന കാര്യം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ പാസ്റ്റർ. സിസ്റ്ററിന്റെ കാര്യം ഉയർത്താൻ പറ. Sister, raise up your hands and pray. Raise up your hands. പറ യേശുവിന്റെ നാമത്തില്. In the name of Jesus. യേശുവിന്റെ നാമത്തില്. In the name of Jesus. യേശുവിന്റെ നാമത്തില് ഞാൻ വചനം അയക്കുകയാണ്. I am sending the word. Say, I am sending the word. I am sending the word. എന്റെ ഫാദർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. Let my father be healed now in Jesus' name. Let my father heal you now. Let my father be healed right now. ഭയപ്പെടാതെ ശക്തിയോടുകൂടി ആ വിശ്വാസത്തോടുകൂടി പറയാൻ പറ പാസ്റ്ററെ. Sister, don't be afraid, but speak with boldness and faith. Speak with boldness and faith. Nothing will happen to your father. Say, in the name of Jesus, Father, be healed. Father, live in Jesus' name. Say like that. In the name of Jesus, Father, be healed. Father, live in Jesus' name. In Jesus' mighty name we pray. I feel the anointing. I feel Holy Spirit എന്റെ കയ്യെ തൊടുന്നുണ്ട്.
It's touching me. I can feel the anointing. Thank you, Lord. Touch. Father. In the name of Jesus, rise, come back, come back, come back. What's your father's name? Come back to home. മനോഹരൻ, come back to home. യേശുവിന്റെ നാമത്തിൽ മനോഹരൻ മടങ്ങി വാ, ഭവനത്തിൽ മടങ്ങി വാ, പൂർണ്ണ സൗഖ്യത്തോടുകൂടി. Come back home, all fully healed. Be whole and come to your home. In the name of Jesus. Yes. Thank you, Jesus. Use your authority and pray, okay? Yes. Father, home. As for me and my household will serve the Lord in Jesus' name. Amen, amen, amen. Anybody else? Okay, talk to me. One second. When we started, remember, I prayed all the healing songs. The Lord first had to release the healing anointing. I did not know. So when I started, you were declaring you are the Lord that healeth. So this is the reason. Hallelujah. He started with the healing anointing, and it's manifesting now. Anybody else? You need prayer. I would like prayer. Who is this? My name is Naomi. Pastor Arizona name is Naomi. Our parent Naomi. Yes, Sister Naomi, tell me. Yes, tell me. You can speak. They have been there for 9 days draining the lung, and they have spoken cancer over me, but I'm standing for a miracle. And this mass is going to disappear. In the name of Jesus. അവർ 9 ദിവസം ഹോസ്പിറ്റലായിട്ട് അവരെ ട്രെയിൻ ചെയ്യുമായിരുന്നു. അവരുടെ ലങ്സിൽ ക്യാൻസർ ഉണ്ടെന്ന് അവര് പറയുന്നത് ഇവർ അംഗീകരിക്കുന്നില്ല. ഇവരുടെ ശരീരത്തിൽ എന്തോ ഗ്രോത്ത് ഉണ്ട്, ലങ്സിൽ ക്യാൻസറിന്റെ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ഇവർ അംഗീകരിക്കില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 9 ദിവസമായിരുന്നു. In the name of Jesus, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. അത് പറഞ്ഞാൽ ക്യാൻസർ, we heal the name of Jesus. Cancer come out from Naomi. In Jesus' name. യേശുവിന്റെ നാമത്തിൽ come out in the name of Jesus. Be healed. Touch Holy Spirit. കർത്താവിനെ കാണുക, പരിശുദ്ധാത്മാവ് അവരെ തൊടുന്നു. I see the Holy Spirit touching you. I see the power of God entering. I see the Holy Spirit touching you. In Jesus' You name. feel something on your body, sister? Sister, can you feel? No, I can't. Just surrender to Holy Spirit. Say, Holy Spirit, I'm surrender you. I'm surrendering. I yield you. I yield to you. Jesus, touch me. Touch me, I accept your healings. Touch your healing. In Jesus' mighty Holy Spirit, touch now. Be healed. This be healed. Sister, a minute, Pastor, just receive it, okay? Don't say anything. Just receive it. Just be quiet for it. Just receive. Don't say So anything. you have to pray from your heart to Jesus. Just don't open your mouth. Pray with your heart. Pray with your spirit. Jesus. I pray for this sister, my dear sister. God, healer, this is your daughter. Healer, touch now, touch now, touch now. Holy Spirit, touch now, touch now. Yes, I feel the anointing. I feel the anointing. You feel the anointing or not? I feel anointing now. Amen. Thank you. You feel anointing? Yes. What is going on in your body? It's more. Yes, that means God touch you now. That's healing is going on in your body. Thank you, Jesus. Thank you, Jesus. Thank you, wonderful. Believe and declare from your mouth always. No, there is no more cancer. Say, I am cancer free. Say, I am cancer free. Jesus. I am healed. I am healed. I am healed. I have no cancer. I am cancer free. No cancer. I am cancer free. എനിക്ക് ക്യാൻസർ ഇല്ല. ഞാൻ ക്യാൻസറിൽ നിന്ന് മുക്തയാണ്. Amen. Jesus' mighty name. Thank you, Holy Spirit. Thanks for your touch. Thanks for healings. Thanks, Jesus. Thanks, Jesus. Wonderful. I saw Jesus here behind you. Jesus behind you. See, Jesus is standing behind you. Jesus is standing behind you. I can see Jesus standing behind you. He is touching your shoulders. He's touching you. Okay. Holy Spirit. Thank you, Holy Spirit. Thanks for healing. Thanks for touching. Thanks for healing. Thanks for touching. See? Oh, you are wonderful, Jesus.
You spread the Hallelujah. peace and lead. Thank you, Jesus. Thank All devils come out. All devils come out. All demons come out. you. Command. Commanding right now. All cancer, sick, Mind. feminine spirit come out. In the name of Jesus. Rogatmave come out. The children. In the name of Jesus. Come out. Never come back again. Go in the name of Jesus. Go. Division cast you. Never come back again. Go in the name of Jesus. That's, Jesus. we apply the blood of Jesus. Thank you, Jesus. Thank you, Jesus. Somebody else, you want prayer? Somebody else. See this. God is moving now. Anybody else wants prayer? Pastor, this is Abhilash. ലണ്ടനിലുള്ള സഹോദരൻ അഭിലാഷും അനു എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അഭിലാഷും അനു I had ലണ്ടൻ my final round interview. I cannot hear you, Pastor. എന്താ പറഞ്ഞത്? Final. വേണ്ടി നോക്കിയിരിക്കും അതിന് ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ. Yeah, yeah. Oh, final interview. Final round interview, right? Final round interview was completed yesterday, Pastor. Oh. ഇന്നലെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞു. Are you, ഈ ബോഡി ഓക്കെ ആണോ? അദ്ദേഹത്തിന്റെ ബോഡി എല്ലാം ഫിസിക്കലായിട്ടെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? Yes, Pastor. Yeah, yeah. I saw one guy, വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു guy. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് കർത്താവ് കാണിക്കുന്നു. നിങ്ങളുടെ പകുതി പാരലൈസ് ആയ വ്യക്തിയായിട്ട് കാണിക്കുന്നു. മീൻസ് നിങ്ങളുടെ ലൈഫ് ഒരു പകുതി പാരലൈസ് ആയി കിടക്കുക. മനസ്സിലാവുന്നല്ലോ? നിങ്ങളുടെ ലൈഫ് പകുതി പാരലൈസ്. കാരണം നിങ്ങളുടെ ജീവിതം ഒരു വീൽ ചെയറിൽ നടക്കുന്നത് പോലെ നടന്നുകൊണ്ടിരിക്കുക. 1-2 വർഷം കൊണ്ട് ജോലിയിലായിരിക്കും. യെസ്, അതാ കർത്താവിനെ കാണിക്കുക. നിങ്ങളൊരു പാരലൈസ് വ്യക്തിയായിട്ട് ദൈവം മീൻസ് നിങ്ങളുടെ ബോഡി അല്ല പറയുന്നത്, നിങ്ങളുടെ ലൈഫ് ഒരു പാരലൈസ് ആയി കിടക്കുക. നിങ്ങൾ കർത്താവിനോട് പറ, കർത്താവിനോട് പറ, ഞാൻ യേശുവിടെ നാം എഴുന്നേൽക്കുമെന്ന് പറ. I will rise up in the name of Jesus from this paralysis of life. എന്റെ ലൈഫ് പാരലൈസസ് ആക്കിയ പിശാചിനെ നീ വിട്ടുമാറിയേ പറ്റത്തുള്ളൂ. Every paralysis of the devil leave me. പിശാചിന്റെ എല്ലാ paralysis എന്നെ വിട്ടു. Every paralysis, you have paralysis my life. You have made my life immobile. ദൈവം എനിക്ക് കാലും ബോഡിയും ശക്തിയും ബലവും ഒക്കെ തന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുകയാണ്. In the name of Jesus, I rise up and all stagnation leave. In the name of Jesus. All stagnation leave. നിങ്ങളുടെ എതിരെ നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. നിങ്ങളെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ? നിങ്ങളുടെ പുറകെ നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ശക്തി കാണിക്കുന്നു. സോറി, അല്ല, പള്ളിശക്തി. ദേവാലയത്തിന്റെ ശക്തി. നിങ്ങൾ പള്ളിയിൽ നിന്ന് വന്നവരാണോ? ഒരു വലിയൊരു മണി കാണിക്കും, അതുകൊണ്ട് ചോദിച്ചത്. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടാണ്? വിശ്വാസികളാണോ? പക്ഷെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? നിങ്ങൾ ഏതിൽ നിന്ന് വന്നവരാ? അപ്പച്ചൻ മാർത്തോമാലായിരുന്നു. ഓക്കെ, നിങ്ങൾ പറ, എന്റെ ഫാദറിൽ നിന്ന് വരുന്ന, ഫാദറിലൂടെ വന്ന, എന്റെ പൃഥു പാരമ്പര്യത്തിലൂടെ വന്ന എല്ലാ ശക്തികളെയും ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നു പറ. All generation curses I cut the right now in the Jesus mighty name. No more. I have no connection with my fathers and great grandfathers. Religious connections. So അവരെന്തെങ്കിലും പിശാചുമായിട്ട് എന്തെങ്കിലും കവണന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. So I cancel all religious parentage, all religious covenants from my father's house, from my mother's house. In the name of Jesus, in the name of Jesus, കവണന്റുകളെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവേ, സഹോദരൻ തളർന്നിരിക്കുന്നു, എഴുന്നേൽപ്പിച്ചാലും യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കർത്താവ് ചോദിക്കും, നിനക്ക് എഴുന്നേക്കാൻ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. എഴുന്നേക്കാൻ വിശ്വാസം ഉണ്ടെങ്കിൽ പറ, യേശു എനിക്ക് വിശ്വാസമുണ്ട്. I am ready to walk. I am ready to walk. In the name of Jesus. കർത്താവ് കരം നീട്ടുന്നു, കരം കയറി പിടിച്ചു. നിങ്ങളൊരു വെള്ളത്തിലോട്ട് താന്നു പോകുന്ന വ്യക്തിയാണ്, പക്ഷെ യേശു കരം നീട്ടുന്നുണ്ട്, കൈ കയറി പിടിക്കണം. യേശുവിന്റെ കരത്തെ പിടിച്ചു. You are sinking, but God, Jesus is giving you his hand and raising you from the ground. In the name of Jesus. എഴുന്നേറ്റ് വരട്ടെ. മനുഷ്യൻ എഴുന്നേറ്റ് വരട്ടെ കർത്താവേ. Let his wife rise up. Let his In the name of Jesus. കുടുംബമായിട്ട് ഇവർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. കുടുംബമായിട്ട് എഴുന്നേറ്റ് വരട്ടെ.
Let your family be saved from the drowning. In the name of Jesus, എല്ലാ തടസ്സങ്ങളുമായിട്ട് എഴുന്നേറ്റ് വരട്ടെ. ദൈവശക്തിയാൽ എഴുന്നേറ്റ് വരട്ടെ. ഉറഖമാനസി. എഴുന്നേറ്റ്. യെസ്. In the name of Jesus. എഴുന്നേറ്റ് വാ. ഹല്ലേലൂയ. ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വാലല്ല തലയെ തീരും. കർത്താവിന്റെ വചനം അയക്കുന്നു. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. യെസ്. The head, not the tail. ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ കർത്താവ്. In the name of Jesus. Above only. I am from above only. I am ഉറാബാല ശരബല ഹസ്തന. സഹോദരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. Touch. Lord, we surrender. Touch Holy Spirit. Touch Holy Spirit. Touch. അഭിഷേകം സകല മുഖത്തെ തകർക്കട്ടെ. Touch Holy Spirit. The anointing breaks every yoke. The anointing breaks every yoke. In the name of ശക്തിയാൽ സൈന്യത്താലുമല്ല ശക്തിയാൽ യഹോവയുടെ ആത്മാവിനാൽ ഇപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. Not by power, not by might, but by the Spirit of God. But In by the Spirit of God. Jesus' mighty name I pray. Amen. 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 Hallelujah. Anybody else? Thank you, Jesus. Okay, Pastor, ദൈവം അനുഗ്രഹിക്കട്ടെ Pastor. Amen. Thank you so much. Thank you so much. My prayer. Yeah. I've had a lot of trauma and abuse in my life, and I've had a hard time going forward. And I'm supposed to be starting a business, and just hearing the voice of God and getting delivered from a Kundalini spirit, from witchcraft in my Bible school. So I just need more healing and from anxiety and depression, all that. അവരുടെ പേര് ജാൻസ്. അവര് അരിസോണയിലുള്ള ഒരാളാണ്. അവർക്ക് ഒരു പ്രാർത്ഥന വേണം. അവർക്ക് ജോലി കിട്ടാനുണ്ട്. അവർക്ക് അതിന് കുറെ കൂടോത്ര ശക്തികളുണ്ട്. അവർക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് ജീവിതത്തിൽ തടസ്സമുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കണം. Okay, Pastor, I surrender. പരിശുദ്ധാത്മാവേ, come to my life. Say, Holy Spirit, come to my life. Say, sister, say, Holy Spirit, I welcome you. Come to my life in Jesus' name. Welcome you to my life. I surrender you. I surrender to you. I surrender to you. I yield to you. I yield to you. Jesus, I accept you. Jesus, I accept you. I believe you. I believe you. You can do miracles in my life. You can what? You can do miracles in my life. You can do miracles in my life. You can do miracles in my life. In the name of Jesus. You know that പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് കാനായിലെ കല്യാണം കാണിക്കുക കർത്താവ്. The Lord is showing me the vision of the marriage of Cana right now. കർത്താവ് പറയുന്ന ഇവരുടെ പച്ചവെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കാൻ പോവാ. The Lord is saying He will convert your water into new wine. He will convert your water into new wine. യേശുവിന്റെ നാമത്തില് In the name of Jesus. എല്ലാ തടസ്സമാട്ടെ. ഇവർക്ക് ഓപ്പണിംഗ് കിട്ടട്ടെ. All hindrance be removed. All stagnation. ഇവരുടെ മുന്നിൽ ഗേറ്റ് പൂട്ടി കിടക്കുക. ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഗേറ്റ് അടച്ച് കിടക്കുക. There is a locked gate before He let the gate be open. Let the lock. ഞങ്ങൾ പറയുന്ന കർത്താവെ മുന്നേ കടന്നുപോയ ദുർഘടങ്ങൾ നിരപ്പാക്കി താമരവാതിൽ തകർത്ത് കളഞ്ഞാലും. Lord, we say, go before her and break open the double door and break the എല്ലാ ഗേറ്റുകളും ബ്രേക്ക് ചെയ്യട്ടെ ഇപ്പോൾ. Lord, in the name of Jesus, all the closed gates be open, all bronze gate be open. യേശുവിന്റെ നാമത്തിൽ ഈ സഹോദരി ജോലി ചെയ്യട്ടെ. In the name of Jesus, let the sister work. ഈ സിസ്റ്റർ എന്ത് ബാക്ക്ഗ്രൗണ്ടാ പാസ്റ്റർ? എനിക്കൊരു ഓഫീസ് കാണുന്നു. What is your background? He says he sees I think it is sales. Are you in sales? But he sees an office background. I don't know what is your trade, sister? What kind of work you want? I'm an interior designer. Our interior designer. Yeah, I saw one office. I saw one office with decorated office. That's I'm talking about. He sees a furnished office. He sees a furnished office. ഒരു അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങൾ ടേബിളിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു. I see a furnished office with an American flag on your table. Established business in the name of Jesus. American flag. Amen. Established now in the name of Jesus. Praying Psalm 9 says, establish the work of your hands. Establish the work of your hands. യേശുവിന്റെ നാമത്തിൽ establish വരട്ടെ. In the name of Jesus, let the work of your hands be established. In the name of Jesus. വർക്കുകൾ ഓടി വരട്ടെ. ബിസിനസ് ഡെവലപ്പ് ആകട്ടെ. In the name of Jesus. Let work come to you. Let opportunities come to you. Let you be established. New work come in Jesus. എല്ലാ ബ്ലാക്ക് മാജിക്സിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്.
We break every witchcraft, divination, black magic. We break it. We cancel it. We cast it out in Jesus' name. In the name of Jesus. In the name of Jesus. Touch Holy Spirit. Touch Holy Spirit now. അത് സഹോദരിയുടെ ശരീരത്തിലോട്ട് ദൈവസ്ഥാനം ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പക്ഷെ എന്താ ടച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചേ. And do you feel any presence of God coming on your body, sister? Do you feel any presence? I felt, it's getting manifesting. I was manifesting my head, like shaking. നമ്മുടെ കാലൊക്കെ ശരീരം വിറയ്ക്കുന്നുണ്ട്. Yes. Deliverance going on. Deliverance is happening. Deliverance is happening. Touch now. Holy Spirit, remove all black magics. All black magic, all divination, all anxiety, fear. Come out. Fear come out. In Jesus' name. Fear spirit come out. Depression come out. Yes. Anxiety come out. ചുമക്കുന്നുണ്ടല്ലോ അവരെന്തോ ശബ്ദം എന്തോ ഉള്ളിൽ നിന്ന് വെളി വരുവാ. പുറത്ത് വരൂ. Yes. Come out in the name of Jesus. All witchcrafts come out. All witchcraft, all self-sufficiency come out. In Jesus, ഞാൻ എല്ലാം തികഞ്ഞതാണെന്നുള്ള ശക്തി ഇറങ്ങി പോവാ. യേശുവിന്റെ നാമത്തിൽ. Come out. Yes. എന്താ സംഭവിക്കുന്നത് ഇപ്പം? What is happening, sister? You're throwing up? You're trying to puke? No, You feel I'm at work. I cannot. I have to leave in 5 minutes. But no, I'm just shaking. My head is shaking. I've had a lot of witchcraft in my head, in my brain, like an octopus spirit. People describe it as. From childhood, I was a victim of a Nephilim, Raphaim, witchcraft and several warlocks. A lot of witchcraft. just tell sister what's happening now. Don't give the history now. Just tell what's happening now. My head is shaking. Yes. I just want 2 മണിക്കൂർ പറയണം. That's fine. Come out. All this is come out. Yes. Depression come out in the name of Jesus. Bewitching spirit come out. Bewitching spirits come out. Everything that bewitches you come out. Come out in the name of Jesus. Yes. Come out. യേശുവിന്റെ നാമത്തിൽ. Isaiah 43 നിങ്ങൾ വായിക്കാൻ കർത്താവ് പറഞ്ഞു. Isaiah 43 for you. Sister, go home and read Isaiah 43. When you get home, read Isaiah 43. Psalms 23 for you. Read when you get home Isaiah 43 and Psalms 23. You just write it down and go home and read Isaiah 43, Psalms 23. You will see the miracles. You will see the miracles. You will get a new businesses. Thank you, Jesus. In Jesus' mighty name. Amen. God bless you. Oh, thank you. And I need to start my like I said, my own business and leave this store. This store is abusive, so I need to leave it. So that's my prayer. It's just. Amen. Let God open a door for you, sister. Go. Thank you, sister. Deliverance കാണിക്കുന്നുണ്ട് പാസ്റ്റർ. Deliverance ഉണ്ടോ? അദ്ദേഹത്തിന് deliverance ഉണ്ടോ സഹോദരിക്ക്? Yeah, sister, he is saying the Lord is delivering. You just receive it. Receive it. He's delivering. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Pastor. God bless you all. Thank you, Pastor. Thank you so much. Thank you so much. Thank you, Pastor. Thank you. Thank you.